ഓപ്പൺലി എന്ന് പറഞ്ഞ ഒരു വേണമെങ്കിൽ ചോദിക്കാറുണ്ട്, പാർട്ട്ണറിനോട് ചോദിക്കാറുണ്ട് വേറെ ആരെങ്കിലും ഫക്ക് ചെയ്യണോ, അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് ഫക്ക് ചെയ്യണോന്ന്. ഞാൻ ഇല്ല, ഇപ്പൊ പ്രസന്റ് വരെ എനിക്ക് തൽക്കാലം തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ഒരു ലൈഫിൽ നിന്ന് വേറൊരു ലൈഫിലേക്ക് വന്നപ്പം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ജീവിതം ചുമ്മാ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മീൻസ് വേറെ കാര്യങ്ങൾ കൊണ്ട് ഈ സെക്സ് എന്ന് പറയുന്ന ആദ്യമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കുടുംബത്തിൽ പറഞ്ഞ കൊച്ചായോണ്ട് എനിക്കിത് പുറത്ത് പറയാൻ പേടിയായിരുന്നു, ഈ സെക്സിനെ കുറിച്ച് ആർക്കെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ പിന്നെ ആ ഒരു പേടി മാറിയ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ മനസ്സിലായി സെക്സ് നമ്മളായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. ആസ്വദിച്ച് വന്നപ്പോഴാണ്, ഒരു വർഷമൊക്കെ കഴിഞ്ഞു, ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സെക്സ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഈ 18 വയസ്സിലൊക്കെ എന്ത് ചെയ്തോണ്ടിരുന്നെന്ന്. ചുമ്മാ വെറുതെ ഇരുന്ന് ആ സമയം കൊണ്ട് ആ ഒരു 8 വർഷത്തോളം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചുമ്മാ ഒരാളുടെ പിന്നാലെ നോക്കി നടന്നിട്ടൊന്നും കാര്യമില്ല. സെക്സ് ആസ്വദിക്കാൻ കിട്ടിയ പ്രേമൊന്നും നോക്കരുത്, കേറി അങ്ങ് ഫക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടോ പിന്നെ അവനോട് ഓപ്പൺ ആയിട്ട് പറയണം, കേറി എനിക്ക് നിന്നോട് ഇഷ്ടമാണടാ, നിനക്ക് പറ്റുമെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്ക്, ഞാൻ നല്ല രീതിയിൽ കളിച്ചു തരാം എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് പോവാ. ഞാൻ അങ്ങനെ നല്ല രീതിയിൽ അറ്റ് പ്രസന്റ് വരെ ഇന്ന് വരെയും കളിച്ചിട്ട് നിൽക്കുന്ന ഒരുത്തിയാണ്. ലോക്ക്ഡൌൺ സമയത്ത് വരെ ഗ്യാപ്പ് കിട്ടുമെങ്കിൽ കളിക്കാൻ പോണ ആളാണ് ഞാൻ. ചാൻസ് ലോക്ക്ഡൌണിൽ പോലീസുകാർ പിടിച്ചു നിർത്തുമെന്ന് തോന്നിയൊന്നുമില്ല. ഞാനൊരു റിക്വസ്റ്റ് ഇങ്ങോട്ട് എഴുതിക്കൊണ്ട് ചിരിച്ചോണ്ട് അങ്ങ് പോകും. മാന്യമായിട്ട് ഡ്രസ്സും ധരിച്ചോണ്ട് പോകും. കാരണം യുവമാർക്ക് തോന്നും വേറെ എവിടെയെങ്കിലും പോണെന്നത്. മാന്യമായിട്ട് ഡ്രസ്സും ധരിച്ചങ്ങ് പോകും. പോയി കഴിയുമ്പോ പിന്നെ അങ്ങ് കളിക്കാരനെ കിട്ടി അങ്ങ് കളിക്കുക. കുറച്ച് എനർജി ഇങ്ങോട്ട് ചൊരിയൂ. ആർക്കാണ് വേണ്ടി രശ്മി, ഞാൻ എനിക്ക് തന്നിരിക്കാം. എത്ര എന്തൊക്കെ ചെയ്യാൻ പോലെ സെക്സിനെ കുറിച്ച് അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു തരാം. നമ്മൾ ഗുരുവിന് ശിഷ്യത്വം വഹിച്ചിരിക്കുന്നു. സത്യം. 64 കാമകലകൾ കഴിഞ്ഞു. 124 ആയിന്നാ തോന്നുന്നത്. 128. ഞാനില്ല, ഞാൻ മറ്റേ നമ്മള് പറയാറില്ലേ ഏനൽ സെക്സ് വരെ, അതുവരെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്ന വ്യക്തിയാണ്. അല്ല പക്ഷെ അത് ഭയങ്കര പെയിൻഫുൾ അല്ലേ സാധാരണ? അല്ലടാ, അതിനൊരു പൊസിഷൻ ഉണ്ടടാ. അത് ഈ സത്യം പറഞ്ഞ എന്റെ കളിക്കാരനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവൻ പറഞ്ഞ ഇങ്ങനെ ഒരു പൊസിഷനിൽ കളിച്ച് കറക്റ്റ് ആയിട്ട് ഫക്ക് ചെയ്യാൻ പറ്റും. ആദ്യം അവൻ നല്ലൊരു കളിക്കാരനാണ് തോന്നുന്നു സത്യത്തില്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് അശ്വതി, നമ്മളെ ഒരു വലിയൊരു പരാജയം അതാണ്. കാരണം ഇത് നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകളായിരിക്കും മിക്കവാറും നമ്മൾ. ഇല്ല, സത്യം പറഞ്ഞ ഞാനൊരു പട്ടപൂജയായിരുന്നേ. ഞാനൊരു ബിഗ് സിംഗർ. ഓക്കെ, കേൾക്കാമോ? ക്ലിയർ ഉണ്ടോ? ക്ലിയറാ. ഓക്കെ, ഞാൻ എന്റെ നാട്ടിൻ പ്രദേശത്തെ ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറി പറയാണ്. ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതും കൂടെ പറയണമെന്ന്. ഈ മാനസിക വൈകല്യങ്ങൾ ഈ സെക്സിനെ സംബന്ധിച്ച് തന്നെ ഒരു 10-22 വയസ്സുള്ള ഒരു പയ്യന്റെ ഒരു കേസാണ് ഞാൻ പറയണത്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ പകലൊക്കെ ഞാൻ ഈ കുട്ടീനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ മാന്യമായിട്ട് തന്നെയാണ് ഇടപെടുകയൊക്കെ ചെയ്യാം. ഒരു സമയത്ത് നമ്മളെ വീടിന്റെ അടുത്തൊരു സംഭവം, ഈ വീടിന്റെ ബാക്ക് സൈഡിൽ ഒരു ലേഡി അവരുടെ ഇന്നർവേഴ്സ് ഒക്കെ അലക്കിയിട്ടു. അപ്പോ പുലർച്ചെ നോക്കുമ്പോ ഇതൊന്നും കാണൂല. അപ്പൊ അങ്ങനെ കുറെ ദിവസമായപ്പോ ഇവരത് നോട്ട് ചെയ്തു. അപ്പൊ കുറെ ഡ്രസ്സ് അലക്കിയിടുമ്പോ ഇവര് ശ്രദ്ധിക്കില്ലല്ലോ. അപ്പൊ ഈ സ്ത്രീകളുടെ ജട്ടികളൊക്കെ ഇങ്ങനെ മിസ്സിങ് ആവും, ഷഡ്ഡികളൊക്കെ. അപ്പൊ കുറെ ദിവസമായപ്പോ ഈ ലേഡി കംപ്ലൈന്റ് വരും. അങ്ങനെ ഇവരൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തി. അതിനുശേഷം അവർ ശ്രദ്ധിക്കുമ്പോ ഒരു 22 വയസ്സുള്ള പയ്യൻ ഇത് എടുത്തിട്ട് പോവുക. രാത്രി വന്നിട്ട് പകൽ വന്നിട്ട് കണ്ടുവെക്കും ഇത് എവിടെയാണ് അലക്കിയിടുന്നത് എന്നുള്ളത്. അത് എടുത്തു കൊണ്ടുപോയിട്ട് അതിന്റെ സ്മെല്ലിനെ ആസ്വദിച്ചിട്ട് സെക്സ് ചെയ്യുക സ്വയം. അപ്പോ ഇതൊരു മാനസിക വൈകല്യമായിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് സ്കൂൾ കുട്ടികൾ വരുന്ന സമയത്ത് സ്വന്തം അവയവവും പുറത്തിട്ട് കാണിച്ചിട്ട് സ്വയം ആസ്വദിച്ച് ചെയ്യുന്ന ചില ആൾക്കാർ. ഒരു മാനസിക വൈകല്യമാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്. ചിലവർക്ക് നമുക്ക് സ്ത്രീയുടെ ജസ്റ്റ് ഒരു സ്മെല്ല് കിട്ടിയാൽ മതിയാവും അവർക്കൊരു സാറ്റിസ്ഫാക്ഷന്. അതൊരു വല്ലാത്തൊരു രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ പയ്യലിന് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു വിഭാഗം ചെറുപ്പക്കാരും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറയും. ഇങ്ങനത്തെ നിങ്ങൾക്ക് എവിടെയും കേട്ട അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്ന് മാത്രം. എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളെ ജോക്കിന്റെ
ഒരു 3 ജോക്കിന്റെ പാന്റീസും ജോക്കിന്റെ അണ്ടർവിയേഴ്സും എടുത്തിട്ട് പോയി. 650 രൂപ വില ഉള്ളതായിരുന്നു. ഞാൻ ഇന്നും സത്യം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ആ കാര്യത്തില്. കാരണം ഞാൻ ആഗ്രഹിച്ച് വാങ്ങുന്ന, എനിക്ക് ഇന്നർവിയേഴ്സ് ഒക്കെ ഭയങ്കര ബിസിനസ്സാണ്. ഞാൻ അത് അത്രയും ആശിച്ച് വാങ്ങിയിട്ട് അത് കൊണ്ടുപോയിട്ട് ഏതോ ഒരു തെണ്ടി എടുത്ത് കൊണ്ടുപോയിട്ട് അത് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നിങ്ങൾ എടുത്തു കൊണ്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടിടണം. അല്ല, തിരിച്ചൊന്നിലെ കൊണ്ടിടണം, അല്ലെങ്കിൽ നിങ്ങൾ വില കുറഞ്ഞത് നോക്കി എടുത്തിട്ട് പോകണം. ചലക്കിട്ട് കൊണ്ടിടണമെന്ന് പറയണം കേട്ടോ. ചലക്കിട്ട് കൊണ്ടിടണമെന്ന് പറയണം. നിങ്ങൾ നല്ല വില കൂടിയത്, കാരണം ഭയങ്കര വിലയാണ്, ജോസിക്കൊക്കെ ഭയങ്കര വിലയാണ്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എടുത്തു കൊണ്ടുപോകുമ്പോൾ തിരിച്ചു കൊണ്ടിടണം, അല്ലെങ്കിൽ നിങ്ങൾ വില കുറഞ്ഞത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടന്നാൽ മതിയല്ലോ. എന്തോ പറയാനിതിരിക്കുന്നു. എക്സിബിഷനിസ്റ്റ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്, ഇതൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ടും അറിയുന്നുണ്ട്. പക്ഷെ പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട്. പക്ഷെ ഞങ്ങളൊക്കെ അന്ന് പേടിച്ച് ഓടുമായിരുന്നു. ഇന്നാണെങ്കിൽ ഞാൻ അതിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കി സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ കാണാൻ കഴിയുന്നില്ല. പിന്നെ എനിക്ക് ഇൻബോക്സിൽ കുറെ വരാറുണ്ട് പല 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 മോഡൽ, അതൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ നോക്കാറുണ്ട്, ഇതിലൊക്കെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ, വ്യത്യാസമുണ്ടോ, ഞാനിങ്ങനെ നോക്കും. പല രീതിയിലുള്ള സാധനങ്ങളാണല്ലോ. അപ്പൊ ഞാൻ ഇന്ന് ഈടെ വന്നിട്ട് ഒരു ചെറുക്കനെ അയച്ചപ്പോ ഞാൻ പറഞ്ഞേ ചെറുതായി പോയി. എനിക്കിതുപോലെ തന്നെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ വന്നിട്ട് ഒരു പയ്യൻ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആളെടുത്ത് പ്രതികരിച്ചൊന്നുമില്ല. എന്നെ കുറെ കോളൊക്കെ ചെയ്തു. അപ്പോ ഇൻകം പ്രദർശിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്, അത് നീ മനസ്സിലാക്കണം, നിന്റെ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടാവൂല്ലോ, അപ്പൊ അവരൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള കുറെ പേര് ടാഗ് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് അവൻ അവസാനം ഫേസ്ബുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോയി. പിന്നെ വഴി വന്നിട്ടില്ല. ഇത് അങ്ങനെയൊക്കെ പിക്സിന് എന്താണ് കറക്റ്റ് മറുപടി എന്ന് ചോദിച്ചാൽ ഏതൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു സ്ത്രീ ചെയ്ത കാര്യം എന്താണെന്നറിയോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് റൊമാൻറ്റിക് അല്ല, ഞാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ, ഒരുപാട്. കാരണം ഒരു പുറകിൽ നിന്നൊരു ചുംബനം, ഒരു ബാക്കിൽ നിന്നൊരു കെട്ടിപ്പിടുത്തം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അതുപോലും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ ഇവിടെ ഒരുപാട് പുരുഷന്മാർ, ഇതൊരു വൈറലായതുകൊണ്ട് എനിക്കറിയാം ഇവിടെ ഒരുപാട് പുരുഷന്മാർ കേട്ട് നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ഞങ്ങൾ ഈ സെക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സെക്സ് ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ സെക്സ് ഇല്ലാതെ നിങ്ങളുടെ കൂടെ നിന്ന് ജീവിക്കാത്ത ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ആളുകളാണ്. ഒരു ചെറിയ പ്രണയം, ഒരു ചുംബനം, ഇതൊക്കെ ഞങ്ങൾ ഭയങ്കര ആസ്വദിക്കുന്ന സ്ത്രീകളാണ്. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ ഒരു വൈഫിന് നിങ്ങളൊരു റൊമാൻറ്റിക് അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ അവരെ സമീപിക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്ന ഒരു വളരെ വളരെ ചെറിയ നിങ്ങൾക്കത് തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു പൈങ്കിളിയായിട്ടോ ഒക്കെ തോന്നുകയാണെങ്കിൽ പോലും അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടുത്തെ ഓരോ സ്ത്രീയും, ഞാനടക്കമുള്ള ഓരോ സ്ത്രീയും ആഗ്രഹിച്ചിട്ടുണ്ട്, കിട്ടാതെ പോയിട്ടുണ്ട്. അതിൽ വളരെയധികം നിരാശ അവർക്കുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ തമ്മിലൂടെ തുറന്നു പറച്ചിലുകൾ ഉണ്ടാവണം. കാരണം ഈ തുറന്ന് പറയുന്നില്ല, എനിക്ക് ഇന്ന ആവശ്യം ഒരു അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ട്രോമ എത്ര മാത്രമാണെന്ന് എനിക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ 18 വയസ്സ് കഴിഞ്ഞു, ഞാൻ എന്റെ സെക്ഷുവാലിറ്റി ഡിസ്കവർ ചെയ്തു, അതിനുശേഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ തന്നെ. പിന്നെ നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം, സൊസൈറ്റിയിലെ ഭയങ്കര റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് വരുമ്പോൾ നിങ്ങളുടെ ഓതന്റിസിറ്റീനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്. ആൾക്കാർ മനസ്സിലാക്കില്ലായിരിക്കും, നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളെ ആരും വിശ്വസിക്കില്ലായിരിക്കും, പക്ഷെ ആരെങ്കിലും ഒക്കെ കാണും നിങ്ങളെ മനസ്സിലാക്കുന്നു. ഇതുപോലെ എന്നെ പോലെയുള്ള അനുഭവമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടം തന്നെ കാണും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ചേർത്ത് പിടിക്കാനും. അത്രയൊക്കെ ശരി. അതിന്റെ കൂടെ ആഡ് ചെയ്യാനാണ് നമ്മൾ ഇപ്പോഴത്തെ മീ ടു അക്യൂസേഷൻ വൈരമുത്തുവിന് അഗേൻസ്റ്റ് ആയിട്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഞാൻ ഈയിടയ്ക്കൊരു ഇത് കണ്ടിരുന്നു, നമ്മുടെ ഐ ഡോണ്ട് റിമെമ്പർ ഹെർ നെയിം. അപ്പോ അവര് എല്ലാവരും കൂടി ആ 17 വിമൻ ദേ ആർ ആക്ച്വലി സ്ട്രഗ്ലിങ്. അവരുടെ കരിയർ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇൻക്ലൂഡിങ് ചിന്മയി. അപ്പൊ അവർ അത്രത്തോളം ഒരു അക്യൂസേഷൻ വന്നിട്ട് പോലും ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എത്രത്തോളം വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സുപ്രീം പവറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ നമ്മൾ ഒരു അക്യൂസേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യാണ് നമ്മുടെ സത്യം നേടിയെടുക്കാൻ എന്നുള്ളത് ഭയങ്കര കഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് എനിക്ക് അതാ ഓർമ്മ വന്നത്. ശരിയാ, മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഇതേപോലെ തന്നെ വളരെ കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ആർട്ടിസ്റ്റ്, ആർട്ട് ഡയറക്ടർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഈ ഇമോഷണൽ മാനിപ്പുലേഷൻ ഉണ്ടായിട്ടുണ്ട്. സെക്ഷുവലി അല്ലെങ്കിലും ഇയാൾ എൻ്റെ അടുത്ത് ഈ വരയ്ക്കാൻ വേണ്ടി ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തു. അതിനുശേഷം അയാൾ എന്നെ വരച്ചൊന്നുമില്ല, അത് വേറെ കാര്യം. എന്നിട്ട്
പിന്നെ എന്തിനാണാവോ? ആ ഒരു ശരീര സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനാണോ, അല്ലെങ്കിൽ ഇയാളുടെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണോ, ഒരു നേരത്തെ മാസ്റ്റുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇയാൾ എന്റെ അടുത്ത് ഫോട്ടോ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാലും അയാളെ കുറിച്ച് പേര് ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞ് ഞാൻ ഇയാളെ കോൾ ഔട്ട് ചെയ്തിട്ടില്ല. കാരണം എന്നെ ഇപ്പോഴും ഉള്ളിൽ നിന്ന് ഒരു ഒരു എന്താ ഒരു ഉൾഭയമുണ്ട് ഇയാളെ കോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കറിയാം ഒരുപാട് പെൺകുട്ടികൾ ഇയാളുടെ നിന്ന് മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് നേരിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരു പേടിയാണ്. ബിക്കോസ് ഞാനൊരു ഐ ആസ്പയർ ടു മേക്ക് മൂവീസ്. അപ്പൊ മൂവീസിൽ ഇയാൾക്ക് ഒരുപാട് കണക്ഷൻ ഉണ്ട്, എനിക്കും ഇയാൾക്കും ഒരുപാട് മ്യൂച്വൽസ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ആലോചിക്കുന്ന ഞാൻ ഇപ്പോ അയാളുടെ അത്ര ഒരു പവറോ അയാളുടെ അത്ര ഒരു പബ്ലിക് സപ്പോർട്ടോ എനിക്കില്ല. അപ്പൊ ഞാനിത് പുറത്ത് പറയുന്ന സമയത്ത് ഇത് എത്ര ആൾക്കാർ വിശ്വസിക്കുന്ന എനിക്ക് ഒരു ഒരു പേടിയുണ്ടല്ലോ. അതിലാണ് ഞാൻ ഇപ്പോഴും പറയാണ്ടിരിക്കുന്നത്. ഞാൻ ഉറപ്പ് പറയുന്നു, ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ഇതുപോലെ മൂവി ഉണ്ടാക്കുകയാണെങ്കിലോ അയാളുടെ ആ ഒരു പവറിൽ എത്തുകയാണെങ്കിലോ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും എനിക്കൊരു ധൈര്യം എന്താ എന്നെ ഓതന്റിസിറ്റി ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യില്ലായിരിക്കും. കാരണം എനിക്ക് ഒരുപാട് ട്രോമ ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് എനിക്കിപ്പോ ഇല്ല. അപ്പോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇയാൾ ഉറപ്പായിട്ടും ഞാൻ കോൾ ഔട്ട് ചെയ്യും. ആതിര ഇപ്പൊ പറഞ്ഞ ഈ വ്യക്തി എനിക്ക് ഒരുപാട് കാലം മെസ്സേജ് അയക്കുമായിരുന്നു. ഇയാള് അയാളെ പ്രേമിക്കും, എന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെയാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഒരിക്കൽ ഞാൻ ഒരു ചെറിയൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് ഇയാളുടെ പേരിങ്ങനെ അയാളെ ഞാൻ കോൾ ഔട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. അന്ന് കുറെ പേര് എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചു വന്നു. ഇയാളൊരു വലിയ ആർട്ടിസ്റ്റ് ആണ്. അതിനുശേഷം ഇയാൾ എനിക്ക് ഇൻബോക്സിൽ വന്നിട്ട് ചോദിച്ചു എന്താണ് കാര്യം, ഇനിയിപ്പോ വലിച്ചു കീറുമ്പോഴാണോ ഞാൻ അറിയാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. അതിനുശേഷം ഞാൻ ഈ നേരത്തെ പറഞ്ഞ എന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റില് അതിന്റെ താഴെ വന്നിട്ട് ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള പോലെ ഞാനും ഇയാളും തമ്മിലുള്ള മുഴുവൻ ബന്ധങ്ങളും ഇയാൾ അതിന്റെ താഴെ കൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാനത് ഒന്നാമത്തത് വായിച്ചില്ല. എനിക്കറിയാം എന്നെ ഡാർക്ക് അടുപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത്. പക്ഷെ അതിൽ പോയിട്ട് ലൈക്ക് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട്. അപ്പൊ ഞാൻ അവരെ എല്ലാവരും നിരത്തി പിടിച്ച് അൺഫ്രണ്ട് ചെയ്യാണ് ചെയ്തത്. അല്ലാണ്ട് ഞാൻ ഇയാളെ എഴുതിയ സാധനം ഞാൻ വായിച്ചില്ല. അപ്പം ഇയാളെന്തോ എന്റെ കൺസെന്റ് ഇല്ലാതെ ഞാനും ഇയാളും തമ്മിലുള്ള ബന്ധം മുഴുവൻ അവിടെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്നെ രാത്രിയൊക്കെ വിളിക്കും, ഇയാളുടെ കുറെ പഴയ കഥകൾ പറയും. പിന്നെ എനിക്ക് മനസ്സിലായത് ഇയാൾ അത്യാവശ്യം സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ആർട്ടിസ്റ്റ്, ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇയാള് സിനിമ സെറ്റുകളിലൊക്കെ പോയിട്ട് എന്നെ പറ്റി, അതായത് ഞാൻ ഇയാളുടെ പുറകെ നടക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇയാൾ പോയിട്ട് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ സെറ്റിൽ എന്റെ സുഹൃത്തുക്കൾ അവരെന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊന്നും ഇയാളുടെ അടുത്ത് ചോദിക്കാൻ പോയില്ല. ഇയാള് എന്നെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളെ പറ്റി ഇതുപോലെ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഇയാൾ ഇപ്പോഴും എനിക്കും ഇപ്പോഴും പേടിയാണ് ഇയാളെ ഇങ്ങനെ കോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇയാൾക്ക് അത്രയും സപ്പോർട്ടും കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എടുത്ത് കണ്ടു. ഇയാൾ വന്നിട്ട് ആ കുട്ടിയുടെ ഒരു ഫോട്ടോ ലൈക്ക് ചെയ്തത് ആ കുട്ടി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്റ്റോറി ഇട്ടേക്കാണ്. അപ്പൊ അയാളുടെ ആ ആർട്ട് ഉപയോഗിക്കുകയാണ് അവിടെ അതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോ ഉറപ്പായിട്ട് അയാൾ ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം DM-ലേക്ക് സ്ലൈഡ് ചെയ്ത് കയറും. ഇനി അയാളും അവിടെ പോയിട്ട് അതേ നമ്പർ ഇറക്കും. പിന്നെ ആ കുട്ടി അത് തിരിച്ചറിഞ്ഞാൽ അത് നല്ലതെന്ന് പറയാം. പക്ഷെ അത് എനിക്കറിയില്ല, അത് തിരിച്ചറിയാൻ നമ്മൾ കുറെ വൈകും. അതായത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മള് അയ്യോ ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നുള്ളൂ. അപ്പൊ അതൊരു പ്രശ്നമാണ്. പക്ഷെ ആതിര പ്രിയംവദ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഒരു മണ്ടത്തരല്ലേടാ. കാരണം നിങ്ങൾക്കറിയാം ഇതേ ഒരു മനുഷ്യൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരുപാട് അതേ മാനിപ്പുലേഷനിലോട് കൂടി അയാള് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതവും കൂടി കടത്തുന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടായാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ധൈര്യം വരില്ലേ? പിന്നെ വിളിച്ചു പോകുന്ന സമയത്ത് ഇവിടെയുള്ള എനിക്കറിയില്ല, ഞാൻ എന്റെ കാര്യം പറയാണ്, തീർച്ചയായിട്ടും കൂടെ നിൽക്കും. കാരണം അത് വരാൻ പോകുന്ന ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതത്തിനൊരു വെളിച്ചമാണ് നിങ്ങൾ തെളിക്കുന്നത്. ഞാൻ ഒരുപാട് പേരോട് ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുറത്ത് പറയണം, കാരണം പുറത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ ലേഡീസ് ഒക്കെ, എനിക്കൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. എനിക്കൊക്കെ ഇതിനെ കുറിച്ചിട്ട് എനിക്ക് വ്യക്തമായിട്ട് എഴുതാനോ പേടിയൊന്നുമില്ല. കാരണം ഞാനൊരു ഭയപ്പെടുന്ന ഒരാളെ അല്ല. അപ്പൊ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇതിനധികം പ്രതികരിക്കും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങളിത് പറയാതെ വെച്ചാൽ അത് അതിലേറെ വലിയ ബുദ്ധിമുട്ടാവില്ലേ? പറയാനുള്ളതാണെങ്കിൽ പറയണം കേട്ടോ. ഞാനത് ഒരുപാട് പേരോട് പേരോട് പറയുകയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരോട് പറയുമ്പോഴൊക്കെ ഞാൻ പറയുന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇയാളുമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധം പോലും ഉപേക്ഷിക്കാൻ ഇവരാരും തയ്യാറല്ല. സത്യമാണ്, പ്രിയമത് പറയുന്നത് കറക്റ്റ് ആണ്. ഇവര് പേഴ്സണൽ ബന്ധം ഉപേക്ഷിക്കില്ല. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, നമ്മളെ ഓതന്റിസിറ്റിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നോണ്ടല്ലേ അവർ പിന്നെയും അത് അയാളെ ആയിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിക്കുക. യൂഷ്വലി നമ്മളുടെ ഒരു ഫ്രണ്ടിന് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അവരെ അസോൾട്ട് ചെയ്ത ആള് നമ്മൾ സംശയിക്കും, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ബന്ധം
എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് അവിടെ നടക്കുന്നില്ല. അപ്പൊ നമുക്ക് ആരും സപ്പോർട്ടിന് ഉണ്ടാവില്ലേ നമുക്കൊരു തോന്നൽ ഉണ്ടാവുകയാണ്. ഓ, മാസ് ക്യാമ്പയിനിങ് പോലെ ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാർ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. എന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടൊന്ന് പറ്റുമെങ്കിൽ വലിച്ചു കീറാനുള്ള ശ്രമം നടത്തുക. അങ്ങനെ ഞാൻ ആവുമ്പോൾ കുറെ കാലമായി അതിനെ ആലോചിക്കുന്നു. ഇനി അങ്ങനെ വല്ലതും ചെയ്യണം പ്രിയമത. ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒന്ന് അന്വേഷിച്ച് പിടിച്ചൊന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നോളൂ, എന്നിട്ട് നമുക്ക് ചെയ്യാം. എന്ത് നന്മയുടെ കൂടെ നിൽക്കാൻ നമ്മൾ എന്ത് വില കൊടുത്താലും ഉണ്ടാവും. നൂഷിവ പറഞ്ഞ പോലെ ഒരു മനുഷ്യനെയും പേടിയില്ല, ദൈവത്തിന് പിന്നെ തീരെ പേടിയില്ല, പുള്ളിക്കാരനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇയാളെ കോൾ ഔട്ട് ചെയ്ത സമയത്ത് ഇയാളൊരു സ്റ്റോറി ഇട്ടിരുന്നു. അങ്ങനെ അതായത് കുറെ ഏതൊക്കെയോ 2 പെണ്ണുങ്ങൾ കൂടിയിട്ട് എന്നെ ഇങ്ങനെ കോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചുപോയി. അതാണ് ഉണ്ടായ സത്യം. അപ്പൊ ഇയാൾക്ക് ഇയാളുടേതായിട്ടുള്ള ഒരു കഥ ഉണ്ടാവും. ഇയാൾ ആ കഥ കൊണ്ട് അവിടെ മെഴുകും. പിന്നെ അതിന്റെ പുറത്തായി കുറെ പേര്. കാരണം ഇയാൾക്ക് എന്നേക്കാൾ ഒരുപാട് ഫോളോവേഴ്സും ഇയാള് ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ ഇയാള് സിനിമയിലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ നമുക്ക് ആ ഒരു ഇയാളുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ ഇതൊരു പവർ സ്ട്രഗിൾ ആണ് കേട്ടോ. നമ്മൾ വീഴുമ്പോഴാണ് അവർക്ക് വീണ്ടും പവർ കൂടുന്നത്. പക്ഷെ നിങ്ങൾ ഇയാളെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇയാൾ ഭയങ്കര സെറ്റിൽ ആയിട്ടാണ് ഇയാൾ നമ്മളെ അസോൾട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അത് നോക്കുന്ന പുറത്ത് വേറൊരാൾ വായിക്കുന്ന സമയത്ത് അതിന് എന്താ പ്രശ്നം എന്ന് അയാൾ വേണമെങ്കിൽ ചോദിച്ചേക്കാം. പക്ഷെ നമ്മളെ എക്സ്പീരിയൻസ് വാലിഡ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു ഓതന്റിസിറ്റി, നമ്മൾ എന്താണ് ഈ പറയുന്നത്, നമ്മൾ എന്താ ഇവർ വിശ്വസിക്കാത്ത എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാവുകയാണ്. ഉറപ്പായിട്ടും ഇയാൾ കോൾ ഔട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. എനിക്ക് ഇതുപോലെ 2 ആർട്ടിസ്റ്റുകളെ അറിയാം. ഞാൻ ഈ ഒരു അതില് ഒരാള് ചെയ്യുന്നത് എന്താണെന്നറിയോ, എല്ലാവരുടെയും സാധാരണ ഉള്ള ഫോട്ടോ എടുത്തിട്ടേ അവരുടെ ബ്രസ്റ്റ് ഭാഗം അവിടെ ഒന്ന് എൻഹാൻസ് ചെയ്യും. ഒന്നെങ്കിൽ നമ്മൾ സാധാരണ ഇട്ടിരിക്കുന്ന ഒരു ടോപ്പ് ആണെങ്കിൽ അതിനെ ഒന്ന് വലിച്ചു താഴ്ത്തിയിട്ട് ഒന്ന് ഇച്ചിരി ക്ലീവേജ് വരച്ചു, അത്രേ ചെയ്യുള്ളൂ. വളരെ ഇന്നസെന്റ് ആയിട്ട് നമുക്കത് കാണുമ്പോ അത് ഭയങ്കര ആളുടെ പ്രൊഫൈലിൽ പോയിട്ട് നോക്കിയാൽ തന്നെ അത് അത്ര ക്ലിയർ ആണ്. അതൊരു തവണ ഞാനത് പറഞ്ഞതിന് ശേഷം എന്നെ ബ്ലോക്ക് ചെയ്തു. അപ്പൊ ഞാൻ ഇത് നോട്ട് ചെയ്ത ഫോട്ടോസ് വേറൊരു സുഹൃത്തിന് അയച്ചു കൊടുത്തു. നോക്ക്, ഇയാള് ഈ ഒറിജിനൽ ആളിന്റെ ഫോട്ടോയും ഇയാള് വരച്ച ഫോട്ടോയും വെച്ചിട്ട് ഒരു 5-8 സാമ്പിൾ ഞാൻ ഇയാളുടെ ആ സ്റ്റൈൽ അയച്ചു കൊടുത്തു. എല്ലാ സ്ഥലത്തും ഒന്നെങ്കിൽ ബ്രസ്റ്റ് അങ്ങ് ഭയങ്കരമായിട്ട് വലുതാക്കും, ഇല്ലെങ്കിൽ ക്ലീവേജ് നല്ലോണം വലിച്ചങ്ങ് താഴ്ത്തും. ഇതില് ഒരൊറ്റ ഫോട്ടോ പോലും ശരിക്കും കഴുത്തിറങ്ങിയ ഉടുപ്പുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള, അതൊക്കെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അത് പ്രത്യേകമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അവരുടെ മുഖത്തുള്ള ഭാവം പോലും അങ്ങനത്തെ രീതിയിലാക്കിയിട്ട് എനിക്ക് പുള്ളി എന്നെ വരച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എന്റെ ഫ്രണ്ട്സും അത് പറഞ്ഞു, അത് വളരെ മോശമായിട്ടുണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ വരച്ചിട്ട്, ഈ ഭാവന ശരിയല്ലല്ലോ, അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് പറഞ്ഞ എന്റെ സുഹൃത്തിനെയും ബ്ലോക്ക് ചെയ്തു. പക്ഷെ പുള്ളി ഇപ്പോഴും നല്ല ഫേമസ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. അതൊരാള്. ഇത് രണ്ടാമത്തെ ആള് ചെയ്തതാണ്. ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ അയാളുടെ ഫേസ്ബുക്കിൽ നമ്മൾ ഇടുന്ന ഫോട്ടോ എടുത്തിട്ട് പോവാലോ ആർക്കാണെങ്കിൽ, അത് എടുത്തിട്ട് പോയിട്ട് വരച്ചു. പിന്നെ എന്താ ഭയങ്കരമായിട്ട് റിവീലിംഗ് പോലെ ഈ മനോരമ ഈ വീക്ക്ലികളിലൊക്കെ വരയ്ക്കുമല്ലോ, ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സ്ത്രീ ശരീരങ്ങൾ വരയ്ക്കുമല്ലോ, ആ ഒരു അതായത് ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ആണ്. അടിയിൽ കിടക്കുന്ന അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ റിവീൽ ചെയ്യും. അതിന്റെ അടിയിൽ അവരുടെ ബോഡി പാർട്സ്, അവരുടെ നിപ്പിൾ എല്ലാം കാണുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ വരച്ചു വെക്കുന്ന തരം ആർട്ടിസ്റ്റുകളുണ്ട്. അത് പിന്നെ അവരുടെ ഭാവന എന്ന് പറയും. ഇത് ശരിക്കുള്ള ആൾക്കാരുടെ ഫോട്ടോ എടുത്തോണ്ട് പോയിട്ട് വരയ്ക്കാണ്. എന്നിട്ട് എന്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു, ഇന്ന ആള് ഇതിങ്ങനെ വരച്ച്, എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് എനിക്ക് കാണിച്ചു തന്നു ഇയാളുടെ ചാറ്റിന്റെ. ഭയങ്കര ഞാനേ നിങ്ങളുടെ വയർക്ക് ഇത്തിരി ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ഭയങ്കര റിവീലിംഗ് ആയിട്ട് അവരുടെ ശരീരം വരച്ചു വെച്ചിട്ട് അയാള് പറയാണ്, നിങ്ങളെ ഞാനൊന്ന് എൻഹാൻസ് ചെയ്ത് നിങ്ങളുടെ ഇതൊക്കെ ഒന്ന് കൂട്ടി നിങ്ങളുടെ വയറൊക്കെ ഒന്ന് കുറച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്ത് ഇതിങ്ങനെ നമ്മൾ അങ്ങനത്തെ രീതിയിൽ അത്രയും ഭയങ്കര സെക്സിസ്റ്റ് ആക്കി അങ്ങനെ വരച്ചിട്ട്
ഭയങ്കര വഷളത്തരമുള്ള ലാംഗ്വേജിൽ അപ്രോച്ച് ചെയ്യാണ് ആ ലേഡീനെ. ഇത്രയും വൃത്തിയാണ് അത്രയും അവരുടെ ധൈര്യം. അവര് ആ ഒരു ആർട്ടിനെ ഇങ്ങനത്തെ രീതിയിലൊക്കെ യൂസ് ചെയ്യാണ് അവര്. ശരിക്കും അവരൊക്കെ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ലൈം ലൈറ്റിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേര് പറഞ്ഞു തന്നെ ആണ് ഇതില് ഒരാളുടെ കാര്യം പറഞ്ഞത്. മറ്റയാളുടെ പ്രൈവസി നമുക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റാത്തതുകൊണ്ട്, ഈ ഫ്രണ്ടിന്റെ ഇയാള് പടം വരച്ച ആളിന്റെ കാര്യം കൂടുതൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ആ കാര്യം നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല. ആദ്യത്തെ ഒരാളുടെ പറഞ്ഞതിന്റെ അനുഭവം ഭയങ്കര മോശമായിരുന്നു. കാര്യം ഇയാളുടെ ഈ ആർട്ടും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അവസാനം നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു കൂട്ടമായിട്ട് ആള് വരികയാണ് ഉണ്ടായത്. പിന്നെ നമ്മളൊക്കെ ബ്ലോക്ക് ചെയ്ത് അങ്ങ് പോയി. അതൊക്കെയാണ് ഇങ്ങനെ ആർട്ടിസ്റ്റുകളുടെ ചില കാര്യങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എനിക്ക് കട്ടക്കഴപ്പായതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. ഇവിടെ എന്താണ് സ്ഥിതി? ഇവിടെ ഒരുപാട് വെൽക്കം ബാക്ക്. മീറ്റും എത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ സത്യങ്ങൾ പുറത്തു വന്നു തുടങ്ങി. എന്റെ ദൈവമേ, ഇതൊക്കെ എപ്പോ സംഭവിച്ചു? ഞാൻ പലരും പണി ചാനലിന്റെ ഉപേക്ഷിക്കേണ്ടി വരും. ഓ മൈ ഗോഡ്, ഞാനിവിടെ എന്താണ് സെക്സ് ചെയ്തിട്ട് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോഴേക്കും ഇവിടെ എല്ലാം മാറി. എനിക്ക് എന്താണ് മറ്റേ ഞാനും വേറൊരാളും കൂടെ എന്താണ് കാറിന്റെ ഉള്ളിൽ വെച്ച് ചെയ്ത സമയത്ത് നാട്ടുകാർ വന്ന് എന്തടാ കാറ് കുലുങ്ങുന്നതെന്നും പറഞ്ഞ് വന്ന് ഞങ്ങളെ പിടിച്ച ഒരു ഭൂമികളൊക്കെ സംഭവം. മണിച്ചേട്ടാന്ന് പറയുന്നത്. അതെ, ഈ മറ്റേ ഋതു സിനിമയില് കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവര് കുലുക്കില്ലേ, പക്ഷെ ഇത് ശരിക്കും സെക്സ് ചെയ്തിട്ട് കുലുങ്ങിയതായിരുന്നു. അപ്പൊ ആൾക്കാർ വന്ന് പിടിച്ച പോലെ അതുപോലെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതായിരുന്നു. അപ്പൊ ഇവിടെ വേറെ എന്താണ് സംഭവിക്കുന്നത്? പുതിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. പുതിയ ആൾക്കാർ സംസാരിക്കട്ടെ. ഹലോ, കുഞ്ഞിലയുടെ അന്നത്തെ ആ റൂംമേറ്റ് ആയിട്ടുള്ള ആ കഥ ഒന്നും ഇവിടെ കേൾക്കാത്തവർക്ക് വേണ്ടിട്ട് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഏത് റൂം? ഓ, റൂംമേറ്റ്. മറ്റേ എന്റെ ദൈവമേ, മുണ്ടിന്റെ അത് തുമ്പത്തുണ്ട്. ആലോചിക്കുമ്പോ എനിക്ക് ഇപ്പോഴും ഒരു നെഞ്ചിൽ കൂടെ ഒരു ഇതാണ്. എന്തായിരുന്നു അത് എന്റെ ദൈവമേ. ഹോ, അത് പക്ഷെ അത് ആരും മിസ്സാക്കരുത്. അല്ല, അതൊന്നുമില്ല. അത് ആ സമയത്ത് എനിക്ക് ഒരു ഇയാളുണ്ടായിരുന്നു, ഒരു തെണ്ടിയായ കാമുകൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാള് രാത്രി, അതായത് ഞാൻ ആ സമയത്ത് ഒറ്റയ്ക്കാ താമസിക്കണേ. 2 നില വീടാണ്. മോളില് ഞാൻ, താഴെ ഒരു പേയിങ് ഗസ്റ്റ് ഉണ്ട്. അപ്പം എന്താണ് ഈ പേയിങ് ഗസ്റ്റ് മുകളിലേക്ക് വരില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഭയങ്കര ആർമാദിക്കലായിരുന്നു മുകളിൽ. അപ്പൊ ഇവരാണെങ്കിൽ നേരത്തെ കിടന്നുറങ്ങും. അപ്പൊ രാത്രിയാകുമ്പോൾ ഞാൻ ഇയാളുടെ അടുത്ത് വരാൻ പറയും. വന്നു കഴിഞ്ഞിട്ട് പുറകിലത്തെ അടുക്കള വാതിലിൽ കൂടെ ഇയാള് മുകളിലേക്ക് വരും, അകത്തുള്ള സ്റ്റെയർ കേസിൽ കൂടെ കയറിയിട്ട്. ഞങ്ങള് പിന്നെ രാത്രി ഫുൾ സെക്സ്. അത് കഴിഞ്ഞിട്ട് ഇയാള് രാവിലെ ഒരു 3-3:30 മണിയാവുമ്പോ തിരിച്ചു പോകും. അങ്ങനെയാണ്. അപ്പം പക്ഷെ ഒരു പ്രാവശ്യം ആണെങ്കിൽ എനിക്ക് ഈ എന്താണ് എന്തെങ്കിലും എന്താ പറയാ, പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു അഹങ്കാരം വരുമല്ലോ. നമുക്ക് ഇനിയും ഇത് തന്നെ ചെയ്യാം, ഇനിയും ഇത് തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതിപ്പോ എപ്പോഴും ഒരു രാത്രിയല്ലേ വരുന്നുള്ളൂ, നമുക്ക് കുറച്ച് ആഘോഷമാക്കി ഒരു 1-2 ദിവസം താമസിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം. അപ്പൊ ഞാൻ ഇയാളുടെ അടുത്താണെങ്കിൽ, പക്ഷെ മുകളില് ബാത്റൂം ഇല്ല ആ സമയത്ത്. ബാത്റൂം ഇപ്പൊ വരും. ആ ബാത്റൂം ഇരിക്കുന്ന സ്ഥലത്ത് എന്തോ ചപ്പ് ചവറൊക്കെ വെച്ചിട്ടുള്ള ഒരു റൂമാണ്, സ്റ്റോർ റൂം പോലെ ഉപയോഗിക്കാം. അപ്പം ഈ പേയിങ് ഗസ്റ്റ് ടീച്ചറാണ്. അവര് രാവിലെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം വരുള്ളൂ. അപ്പൊ ഇയാൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ താഴെ ആ സമയത്ത് പോകാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ്. ഞാൻ കോളേജിൽ പോകട്ടെ, ഞാൻ രാവിലെ എണീറ്റ് കോളേജിൽ പോകും. വൈകുന്നേരം ഞാനൊരു സെക്കൻഡ് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ചെക്കന് ട്യൂഷനൊക്കെ എടുത്തു കഴിഞ്ഞ് ഞാനിങ്ങനെ പാട്ടും പാടി ലാലാല എന്ന് പറഞ്ഞു വരുമ്പോ ഈ പേയിങ് ഗസ്റ്റിന്റെ വിളി എന്റെ ഫോണിലേക്ക്. ആ വിളി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. ഇയാള് മുകളില് ഇരുന്ന് എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഈ പെണ്ണിനെ തിരിച്ചു വിളിച്ചപ്പം ഫുൾ എൻഗേജ്ഡ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഫുൾ മൊത്തം കൊളായി. അപ്പം എന്താണ് വീട്ടില്, അതായത് എന്താ ഞാൻ ട്യൂഷൻ എടുത്തു കഴിഞ്ഞ് ഞാൻ ഓടുകയാണ് വീട്ടിലേക്ക്. അപ്പം വീട്ടിലേക്ക് വന്നപ്പോ ഈ പെണ്ണ് വീട്ടുകാരെയൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കള്ളൻ കയറി. ഞാൻ മുകളിലേക്ക് പോയപ്പോ അവിടെ ഒരു അനക്കം കണ്ടു, അവിടെ ആരോ ഒരാളുണ്ട്, മുണ്ടുടുത്ത ആരോ ആണ് എന്നൊക്കെ ഈ പെണ്ണ് വീട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാരാണെങ്കിൽ ആ നെയ്ബേഴ്സിനെ മുഴുവൻ വിളിച്ച് പറഞ്ഞു, വീട്ടിൽ കള്ളൻ കയറി. ഞാനിത് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പൊ ഞാൻ ഈ നാട്ടുകാരിങ്ങനെ എന്താണ് സ്ക്വാഡായിട്ട് വന്നേക്കാണ് വീട്ടിൽ കയറിയ കള്ളനെ പിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഓടി മുകളിലേക്ക് നിന്നിട്ട് ഞാൻ ഇയാളുടെ അടുത്ത് പറഞ്ഞു വല്ലയിടത്തും കയറി ഒളിക്കാൻ. അപ്പൊ ഇയാൾ എന്റെ അടുത്ത് പറയണേ തെണ്ടി ഞാൻ കട്ടിലിന്റെ അടിയിൽ ഒളിക്കട്ടെ എന്ന്. എന്തൊരു ബുദ്ധി! എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞു കട്ടിലിന്റെ അടിയിൽ ഒളിക്കല്ലേ, വേറെ എന്താ കക്കൂസ് എന്താണ് പണിയാതിരിക്കണ. ഞാൻ പറയണ കേക്കുണ്ടോ? എന്തോ എറർന്ന് കാണിച്ചു. കേൾക്കുന്നുണ്ട് പറയൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പണി തീരാത്ത കക്കൂസിൽ കയറി ഒളിക്കാൻ പറഞ്ഞു. അവിടെയാണെങ്കിൽ കുറെ എന്താണ് സംഭവങ്ങൾ, ഈ എന്താണ് ഘടിപ്പിക്കാനുള്ള കട്ടില് മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞ് ഫുൾ പൊടി പിടിച്ച് കിടക്കുന്ന സ്ഥലം. അതിന്റെ ഉള്ളിൽ ഞാൻ ഇതിനെ തിരികി. അപ്പം എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വലിയ കമ്പിളി എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ താഴെ ചെന്ന് ഫുൾ അഭിനയം. ഞാൻ മുകളിൽ ഒരു പ്രാവശ്യം നോക്കിയിരുന്നു, പക്ഷെ അവിടെ ആരും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ കയറി നോക്കിക്കോളൂ കേട്ടോ എന്നൊക്കെ ഞാൻ. അപ്പം എന്താ ആ സ്ത്രീ ആണെങ്കിൽ പേയിങ് ഗസ്റ്റ് ആണെങ്കിൽ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്തോ എവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അപ്പോഴേ തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞു നിങ്ങൾ കയറി നോക്കിക്കോന്ന്. അപ്പം ഈ എന്താണ് നാട്ടുകാര്, അതായത് കള്ളനെ പിടിക്കാൻ വന്ന നാട്ടുകാര് മുകളിലേക്ക് എന്റെ കൂടെ വന്നു. ഞാനിങ്ങനെ ഇതാക്കണ്ടില്ലേ, എന്റെ ബെഡ്റൂം ഇവിടെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫുൾ ഓവറാക്കലാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ കാണിച്ചത് കഴിഞ്ഞിട്ട് അപ്പൊ ഒരു സ്ത്രീ, അവർക്ക് ധൈര്യം കാണിക്കാൻ കണ്ട സമയം. അവര് പറഞ്ഞു ആ സ്റ്റോർ റൂമിൽ ഫുൾ ഇരുട്ടാണല്ലോ, അവിടെ കയറി നോക്കണം. ഞാൻ പറഞ്ഞു കയറി നോക്കിക്കോളൂ. അപ്പൊ ഇവര് കയറി കഴിഞ്ഞിട്ട് അവിടെ എന്താന്ന് നോക്കിയിട്ടേ ആ കമ്പിളി, ഞാൻ ഇയാളുടെ മേത്തിട്ടേക്കണ കമ്പിളി ഇച്ചിരി ഒന്ന് പൊക്കിയവര്. അപ്പൊ പൊക്കിയപ്പോ അതിന്റെ അടിയിൽ ഇയാളുടെ മുണ്ട് കാണാം കേട്ടാ. മുണ്ടിന്റെ അറ്റം കാണാം. പക്ഷെ ഇവര് വിചാരിച്ചു അതെന്തോ തുണിയാണെന്ന്. എന്നിട്ട് ഇവര് പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പോയി. എന്റെ ദൈവമേ, എന്റെ ഹൃദയമൊക്കെ കൂടെ എന്റെ വായിലിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞു ഓക്കെ ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ താഴെ ചെന്നപ്പം പേയിങ് ഗസ്റ്റിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. ഞാൻ എല്ലാവരും പറഞ്ഞു ഇവിടെ ആരും ഇല്ല, കള്ളനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇവരൊക്കെ പിരിഞ്ഞുപോയി, ഈ നാട്ടുകാരൊക്കെ പിരിഞ്ഞുപോയി. എന്നിട്ട് ഞാൻ പേയിങ് ഗസ്റ്റിന്റെ കാലിൽ വീണു. ശരിക്കും മുകളിൽ ഒരാളുണ്ട്, പക്ഷേ അതെന്റെ കാമുകനല്ല. എന്റെ കാമുകൻ വേറൊരു സ്ഥലത്താണ്. ഞാൻ ആ സമയത്ത് വളയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു ആളുണ്ട്. ആ ആളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അതാണ് എന്റെ ശരിയായ കാമുകൻ. മുകളിലുള്ളത് ശരിക്കുള്ള കാമുകനല്ല. അയാൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ശരിക്കും തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പക്ഷെ കോഴിക്കോട് വന്ന സമയത്ത് അയാൾക്ക് വയറ്റിന് അസുഖമായിട്ട് വയറിളക്കം വന്നിട്ട് കക്കൂസി പോകാൻ വന്നാണെന്ന് പറഞ്ഞു. ഇവരെന്റെ ഈ കള്ളം കേട്ടിട്ട് ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു പെർപ്ലെക്സ്ഡ് ആയിപ്പോയി. പിന്നെ ഞാൻ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു നീ സാക്ഷ്യം പറയണം, ഇതെന്റെ കാമുകനല്ല. അവൾക്ക് അറിയാം എന്റെ കാമുകനാണെന്ന്, പക്ഷെ അവള് സാക്ഷ്യം പറയും ഇതെന്റെ കാമുകനല്ല എന്നും പറഞ്ഞിട്ട് സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞാൻ സാക്ഷ്യവും പറയിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഭയങ്കര ഒരു ഓട്ടമായിരുന്നു. അവിടുന്ന് ഓടി ഞങ്ങള് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിരുന്ന ഒരു കാപ്പി കുടിച്ചിട്ടാണ് എനിക്ക് ശ്വാസം നേരെയണത്. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ രഹസ്യങ്ങളും ഒരു ദിവസം എന്താണ് പുറത്തു വരുന്നത് പോലെ പിന്നീട് ഒരു അവസരത്തിൽ എന്റെ വീട്ടുകാർ ഇവരുമായിട്ട് എന്തോ അടിയായ സമയത്ത് വീട്ടുകാർ പറഞ്ഞു നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, നീ അന്ന് ഞങ്ങളുടെ വീട്ടിൽ കള്ളനുണ്ടെന്ന് പറഞ്ഞ് കള്ളക്കഥ പറഞ്ഞോളല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പെണ്ണ് പേയിങ് ഗസ്റ്റ് മണി പോലെ എല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ കള്ളം പറഞ്ഞോന്നല്ല, നിങ്ങളുടെ മോളുടെ കയ്യിലിരിപ്പ് കാരണമാണ് അവൾ എന്താ ചെയ്തതെന്ന് അറിയാന്ന് പറഞ്ഞ് നല്ല രസമായിരുന്നു. അതിനുശേഷം പിന്നെ ആണെങ്കിൽ ഞാൻ ഈ ഒളിച്ച് ചെയ്യണത് മുഴുവൻ നിർത്തി. എല്ലാവരും കാണുകയാണ് പിന്നെ ഞാൻ എല്ലാം ചെയ്യല്. ഈ എന്താണ് സെക്സ് ആണെങ്കിൽ സെക്സ്, മറ്റേതാണെങ്കിൽ അത് എല്ലാം കണ്ടുകൊണ്ട് ഇപ്പം ഒളിച്ചു വെച്ചിട്ടുള്ള സംഭവങ്ങളില്ല. അപ്പൊ ഇപ്പൊ ആൾക്കാര് ഇതൊക്കെ ഒന്ന് കുറച്ച് ഒളിച്ചു വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കാറുള്ളത്. അതാണ് എന്റെ കാമുകനെ കക്കൂസിൽ ഒളിപ്പിച്ച കഥ. വേറെ ആരാണ് സെക്സ് സംബന്ധിയായ പിടിക്കപ്പെട്ട കഥകൾ പറയാനുള്ളത്? ആരും പിടിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. ഹലോ, എൻ്റെ പേര് ലിബ. ഞാൻ പിടിക്കപ്പെട്ട കഥയല്ല, ഇപ്പൊ ഉണ്ടായ ഒരു കഥ പറയാം. പറഞ്ഞോ. ഞാനിങ്ങനെ കഥകൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അത്യാവശ്യം പബ്ലിക് സ്പീക്കിങ്ങിന് പേടിയുള്ള ആളാണ്. അപ്പോൾ സംസാരിക്കാണ്ട് കേട്ടിരിക്കുമായിരുന്നു. കേട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണ്. എൻ്റെ ഒരു +2 ഞാനിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. അപ്പോൾ എൻ്റെ കൂടെ +2 പഠിച്ച ഒരു കുട്ടിയാണ് മെസ്സേജ് അയച്ചത്. ഒരു ആൺകുട്ടിയാണ്. വലിയ കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ പെട്ടെന്ന് ഈ പുള്ളീൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ പോയി നോക്കി. മെസ്സേജ് കാണുമ്പോൾ ആങ്ഷ്യസ് ആവുന്ന ആളാണ് ഞാൻ. അപ്പോൾ നോക്കുമ്പോൾ എന്നോട് പറയാണ് കുട്ട ഗ്രൂപ്പ് 1 സീനാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ എന്തേന്ന് ചോദിച്ചു.
അപ്പൊ എന്നോട് പറയാണ് ക്ലബ് ഹൗസ് ഗ്രൂപ്പ് വൻ സീനാണല്ലോ, അശ്വതി പൊളിയാണല്ലോ. നേരത്തെ സംസാരിച്ച അശ്വതിനെ പറ്റിയായിരുന്നു പറയുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ചൂടായി. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഈ പരിപാടിയും കൊണ്ട് വരണ്ട, വേറെ എങ്ങോട്ടെങ്കിലും വിട്ടോന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറയാണ് ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, നീ എന്തിനാ പെടക്കുന്നേ, പെടക്കാണ്ടിരിന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒറ്റയടിക്ക് അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വന്നു. ഞാൻ അങ്ങനെ ഹാൻഡ് റൈസ് ചെയ്തു കുറെ നേരം. നെഞ്ഞൊക്കെ പിടിക്കുന്നുണ്ട് പറയുമ്പോ, സംസാരിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോ ഇത് പറയണമെന്ന് തോന്നി ഇവിടെ. ഓക്കെ, താങ്ക് യു. ഇവിടെ കുറെ പേരെ ഇപ്പൊ നമ്മളെ സ്ത്രീകള് ആരൊക്കെയാണ് ഇതിന് ശരിക്കും നമ്മളെ നോട്ടീസ് ഇപ്പൊ നമ്മളെ കുറെ പേര് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മളൊക്കെ വളരെ സെക്സ് എല്ലാത്തിനും പോകുന്ന ആളുകളെ എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ നമ്മള് ചിലര് കഥകൾ പറഞ്ഞു, അപ്പൊ അത് ആസ്വദിന്റെ പേരിൽ അതും ആസ്വദിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോ ഇവിടെയുള്ള പുരുഷന്മാരോട് ഞാനൊരു കാര്യം പറയാണ്. പിന്നെ ഞങ്ങള് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സെക്സിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഞങ്ങൾക്ക് കുത്തിക്കഴപ്പായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അതിലൊരു ഇത് വരാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഞാനും ബെഡ് ഷെയർ ചെയ്യാൻ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നത് കൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ അങ്ങനെ ഓക്കെ റിലേഷൻഷിപ്പിലോട്ടൊന്നും പോയില്ല. അത് പൂർണ്ണമായിട്ട് നമുക്കൊരു ആസ്വദിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഒന്നും തിരിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ചേട്ടനും അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ആദ്യം ഞാനിങ്ങനെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് BDSM ടൈപ്പാണ്. എനിക്ക് അറിയില്ല ആരൊക്കെ ഇവിടെ BDSM എക്സ്പീരിയൻസസ് ഉണ്ടെന്ന്. അങ്ങനെയുള്ളവർക്ക് അതിൽ ഷെയർ ചെയ്യാം, കാരണം അതും കൂടി കേൾക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇതാണ്, എനിക്ക് കുറച്ച് സമയം വേണം, കാരണം നല്ല സമയം എടുത്താൽ മാത്രമേ എനിക്ക് അതിൻ്റെ കൂടെ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. ശരിക്കും എന്നെ സംബന്ധിച്ച് ആ മനുഷ്യൻ എനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു സമയം ഉണ്ടല്ലോ, അത് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ് എന്നല്ല വിളിക്കേണ്ടത്. അതായത് ആണുങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് അറിയില്ല, അത് എൻ്റെ ലൈഫിലെ ഒരു നല്ലൊരു ഇതായിരുന്നു. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലും ഒരു പേഴ്സൺ എന്ന നിലയിലും എനിക്ക് ആളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു റീസൺ കൊണ്ടാണ്. എനിക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമ. അന്നെ ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ തമ്മിൽ സെക്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3, 4, 5 മാസങ്ങൾ എടുത്ത ശേഷമായിരിക്കും അടുത്തൊരു പ്രാവശ്യം. പക്ഷേ ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും. ഭയങ്കര ക്ലിയർ ആയിട്ട് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എൻജോയ് ചെയ്യുന്ന, ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ ഡിഫറെൻറ്റ് സ്റ്റൈൽസ്, ഡിഫറെൻറ്റ് ഡ്രസ്സസ്, ഡിഫറെൻറ്റ് പാറ്റേൺസ്, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. അപ്പൊ അതിന്റെ സ്റ്റോറീസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു സുഖം ശരിക്കും അത് ആ ഒരു വെയിറ്റിങ്ങിലൂടെ കിട്ടിയതാണ്. അപ്പോൾ ഈ ആണുങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ഞാൻ ചേട്ടനോട് പറയാം, ചേട്ടാ ഞാൻ നിന്ന് ഫോൺ കണ്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു എന്നെ ഏത് ടൈപ്പാണ് കണ്ടത്? ഞാൻ പറഞ്ഞു ഈ ടൈപ്പാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഒരു സ്റ്റേജ് ഉണ്ട് നമുക്കിടയിൽ. അത് തന്നെയാണ് ഞങ്ങളുടെ മാരേജ് ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്ന ആണുങ്ങളും എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ അവരുടെ സെക്ഷൽ ഫാന്റസീസും കാര്യങ്ങളും ഒക്കെ ഭർത്താക്കന്മാരോടും അതായത് കാമുകന്മാരോടും ഒക്കെ ഷെയർ ചെയ്യുക. കാരണം നമ്മൾ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമുക്ക് എന്താണ് കുറച്ച് സമയം വേണോ, അല്ലെങ്കിൽ കുറച്ചധികം നമ്മൾ ഇങ്ങനെയാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഡ്രസ് ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇങ്ങനൊരു സ്ഥലത്ത് പോയി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് അങ്ങനെയൊക്കെയുള്ള കുറെ ഫാന്റസീസ് ഉണ്ട്. ഞാൻ സംസാരിക്കട്ടെ? പറയൂ കേൾക്കുന്നുണ്ടോ? അതെ, കേൾക്കാം. കേൾക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ ഒരു കുട്ടി വന്ന് പറഞ്ഞു, ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞല്ലോ ഇങ്ങനെ വാട്സപ്പിൽ പെട്ടെന്നൊരു മെസ്സേജ് വന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഈ ടോപ്പിക്ക്
പേര് തന്നെ സെക്സ് എന്നൊക്കെ ഫസ്റ്റ് കാണുമ്പേ ഈ ഗ്രൂപ്പിൽ നമ്മളെ കാണുമ്പോൾ നമ്മളെ നല്ല എനിക്കൊന്നും പ്രശ്നമില്ല, എന്നോടൊന്നും ഒരു മൈരന്മാരും വരില്ല ഒന്നും പറയാന്. പിന്നെ നമ്മളെ പുതിയ കുട്ടികൾ ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ടെൻസ്ഡ് ആവരുത്. പിന്നെ റെവല്യൂഷന്റെ അല്ലെങ്കിൽ കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ കാമായിട്ട് പിന്നെ അതിന് ഫസ്റ്റ് ഡീൽ ചെയ്യാന്നുള്ളതാണ്. അതിന് പേടിക്കാൻ നിൽക്കരുത്. കാരണം എനിക്ക് ഇതിൻ്റെ അകത്തൊരു കോമഡി ഉണ്ട്. ഈ പിന്നെ പണ്ട് ഈ ഫോമിന്റെ അകത്ത് ജെൻഡർ എന്നുള്ളതിന് പകരം ചില സമയത്തൊക്കെ സെക്സ് എന്നുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അപ്പോ ഇങ്ങനെ ഈ സെക്സ് എന്ന് കണ്ടപ്പോ അത് ശരി സെക്സ് ഒക്കെ ഉള്ള സ്ഥലത്തേക്കാണെങ്കിൽ ഇനി പോണ്ട പഠിക്കാന് പറഞ്ഞല്ലോ. അങ്ങനത്തെ അങ്ങനത്തെ ഈ ഈ സാ അപ്പോ ഇങ്ങനത്തെ ടീംസ് ഞാൻ പറഞ്ഞ ഈ വിവരക്കേടിനെ അല്ല ട്ടോ ഞാൻ പറയുന്നത്, അത് സ്വാഭാവികമായ ഒരു സാധനമാണ്, അതിനല്ല ഞാൻ പറയുന്നത്. മൊത്തത്തിൽ ഈ ആണുങ്ങള് അല്ലെങ്കിൽ ആണുങ്ങള് മാത്രല്ല ഇതില് കുറച്ച് ആൾക്കാരും ഇതിനെ കാണുന്നൊരു രീതി എന്ന് പറയുന്നത് അതിന്റെ ഒരു പേഴ്സ്പെക്റ്റീവിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനവര് പിന്നെ നമ്മളെ റിപ്ലൈ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് റിപ്ലൈ ചെയ്യുന്നതിന്റെ സീനിലുണ്ടല്ലോ നീ അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ഒരു ഫസ്റ്റ് ഭയപ്പെടുത്തലാണ്. അതില് ഭയപ്പെടരുത് എന്ന് പറയാനാണ് ഞാൻ ശരിക്കും മൈക്ക് ഓൺ ചെയ്തത്. താങ്ക് യു. ഇതിൽ കുറേ പുരുഷന്മാര് എനിക്ക് മെസ്സേജുകൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമില് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എനിക്ക് ഇങ്ങനെ റിക്വസ്റ്റ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കൈ പൊക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എനിക്ക് എന്താണ് അവർക്ക് എന്നോട് പറയാനുള്ളതെന്ന് എനിക്ക് അറിയില്ല എപ്പോഴും. ചിലപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ നിങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഒന്ന് താഴോട്ട് വായിച്ചു പോകണം. എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം വരാം. തോന്നിയ ദിവസം പറയാനാണെങ്കിൽ, നല്ല രീതിയിൽ സംസാരിക്കാനാണെങ്കിൽ എനിക്ക് വിഷയമൊന്നുമില്ല, നിങ്ങൾക്ക് വരാം, സംസാരിക്കാം. അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഇതിൽ ചെറിയ പിള്ളേരൊക്കെ നോട്ട് ചെയ്തിട്ട് ആ ചെറിയ പിള്ളേരുടെ അടുത്തേക്ക് പോകാം. അവരൊക്കെ അതപ്പോൾ കുറച്ച് പേരൊക്കെ അവരെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടും എന്ന് ചിന്തിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നല്ല കിട്ടൽ കിട്ടും. അത് നിങ്ങൾ ശരിക്ക് അറിഞ്ഞു തന്നെ വേണ്ടി വരും. കാരണം ഇത്രയും തുറന്നു പറഞ്ഞ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഓപ്പൺ ആയിട്ട് നല്ല തെറി പറയാനുള്ള തൻ്റെ ഇടം കൂടി ഉണ്ടാവും എന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. എനിക്ക് അത്രേ നിങ്ങൾ ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് എനിക്ക് അറിയില്ല അവർക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത്. ആർക്കൊക്കെ എന്നെ ചീത്ത വിളിക്കാനാണോ? ഇനി ഞാൻ ചില ചീത്ത വിളിക്കേണ്ട ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ചീത്ത വിളിക്കാനാണെങ്കിൽ നിങ്ങൾ അത് അങ്ങോട്ട് തിരിച്ച് പ്രതീക്ഷിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞ സ്ത്രീകൾക്ക് ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ട് എന്ന് ഇവിടെയുള്ള എല്ലാ പുരുഷന്മാരും ഓർക്കുന്നത് അവർക്കും കൂടി നല്ലതാണ്, അവർക്ക് കൂടി സേഫ് ആണ്. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ അറിയാം, നിങ്ങൾ കുറെ ആളുകളൊക്കെ വലിയ ഭീരുക്കളാന്നുള്ളതും നമുക്കറിയാം. നമുക്കത് ഇനി ആർക്കും ഒന്നും പറയാനുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാം എന്നുള്ളതാണ് എനിക്കൊരു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഇതിൽ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ പറയൂ. ഹലോ കേക്കുവോ? ഓക്കെ. റൈറ്റ് സമയത്ത് വൈഫൈ പോയി, അതുകൊണ്ട് നെറ്റിന്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 8,000 പേരോടാണ്. ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ എനിക്കും ആകെ 10-30 ഫോളോവേഴ്സേ ഉള്ളായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ 500-600 ഒക്കെ ഫോളോവേഴ്സ് ആയി. ദാറ്റ്സ് ഓക്കെ, എന്തേലും ആകട്ടെ. അപ്പം ഈ നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു, ലൈക്ക് കുറെ വിഷയങ്ങളെ പറ്റി, അതായത് പേഴ്സണൽ അറ്റാക്സ് ഉണ്ടായതിനെ പറ്റി, നമ്മുടെ കൺഫ്യൂഷൻസിനെ പറ്റി, ഓരോരുത്തർക്കും ഉണ്ടായ സെക്സിനെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞതും, ഓരോരുത്തർ അവരെ കൊണ്ട് അനുഭവം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഈ കേട്ട് നിൽക്കുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പയ്യാണ് ഫിഗർ ഔട്ട് ചെയ്ത് ദിസ് ഈസ് ഓക്കെ, ഒന്നും ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്റെ ചോയ്സ് ആണെന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത്, ഇത് തെറ്റല്ല എന്നൊക്കെ മനസ്സിലാകുന്നത് ഒരു പ്രായം കഴിഞ്ഞിട്ടാണ്. അല്ലെ അതിന് പറ്റിയ സുഹൃത്തുക്കളെ കൂടെ കിട്ടിയപ്പോഴാണ് അതൊക്കെ ഷെയർ ചെയ്യാനും. അപ്പം ഇതുപോലെ തന്നെ സ്റ്റക്കായിട്ടുള്ള കുറെ ആണുങ്ങളും നമ്മുടെ ചുറ്റിനുമുണ്ട്. ഈ സൊസൈറ്റിയിൽ ഇപ്പൊ നമ്മൾ അനുഭവിച്ച ഈ മെന്റൽ ടെൻഷൻസും പ്രഷേഴ്സും ഒക്കെ നിങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് അറിയാം. ഇവിടെ ഇപ്പൊ ഞാൻ എന്റെ ബാക്കി സുഹൃത്തുക്കളുടെ കൂടെ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ഫ്രീഡത്തോടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വർത്താനം പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ഹേറ്റ് മെൻ, ആണുങ്ങളോട് വെറുപ്പോ അങ്ങനെ ഉണ്ടെന്നുള്ളതല്ല, പക്ഷെ വി ഹാവ് പ്രോബ്ലംസ്, അതിനെ ഇവിടെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം എന്റെ ഒരു സുഹൃത്ത്, ഇപ്പൊ നമ്മൾ ഇവിടെ ഈ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ എന്റെ ഒരു സുഹൃത്ത് എന്നോട് വന്ന് ചോദിച്ചു, അതായത് ഇത് കുറച്ച് ഒരു സൈഡിലോട്ട് ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള വർത്താനങ്ങളാണോ പോകുന്നത്, കാടടച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഇത് ആക്ച്വലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ്. അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട്. ആരോടും എതിർപ്പോ വെറുപ്പോ ഒന്നും അല്ല, നമ്മൾ എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ,
മെയിൽ ഫീമെയിൽ ഒന്നും അല്ല, അല്ലാത്ത കുറെ ജെൻഡേഴ്സും ഉണ്ട്. എല്ലാവരുടെയും വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ അഡ്രസ് ചെയ്യപ്പെടണം. നമ്മളെല്ലാരും കൂടി ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് സൊസൈറ്റി എന്നുള്ളതാണ് എനിക്ക് അത്രേ പറയാനുള്ളൂ. അതായത് ഇതിൽ നിന്നൊരു റോങ് ഇൻഫർമേഷൻ അല്ലെ ഒരു റോങ് കൺസെപ്റ്റ്, അതായത് സ്വന്തം അഭിപ്രായങ്ങളും സെക്സിനെ പറ്റി തുറന്ന് സംസാരിക്കുന്ന സ്ത്രീകൾ പുരുഷ വിരോധികളാണ് അല്ലെങ്കിൽ എന്നുള്ളതും കൂടെ എല്ലാരും കൂടെ ഒന്ന് തിരിച്ചറിയണം എന്നുള്ളതും കൂടെ എനിക്ക് പറയാനുണ്ട്. സംസാരിക്കാമോ? ഞാൻ ഹലോ, സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് സംസാരിക്കാമോ? സംസാരിച്ചു. ഓക്കെ. അപ്പൊ ഞാന് ഫെമിനിസം വെറും മൈരാണ്, എനി ഒബ്ജെക്ഷൻ എന്ന് പറയുന്ന ഒരു 10-600 പേരുള്ള ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പില് ഇതിന്റെ ഒരു ക്ലബിന്റെ പേര് കണ്ടിട്ട് വളരെ യാദൃച്ഛികമായ ഗ്രൂപ്പിലേക്ക് കയറി പോവുകയും ഞാൻ നോക്കുമ്പോ അവിടെ കുറെ പുരുഷന്മാര് മോഡറേറ്റേഴ്സ് ആയി ഇരുന്നിട്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വളരെ ഒതന്റിക് ആയ രീതിയിലുള്ള കുറെ വാദങ്ങൾ നിരത്തിയിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ ഒരുപാട് നേരം ഹാൻഡ് റേസ് ചെയ്ത് മടുത്തിട്ട് ഒടുവിൽ അത് അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി മടുത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല, അവരെന്നെ സ്പീക്കർ ലിസ്റ്റിലേക്ക് കയറ്റി വിടുകയും പിന്നീട് എന്താണ് നമ്മൾക്ക് പരിചയമുള്ള കുറെ ആളുകളെ ലിസണേഴ്സ് ആയിട്ട് വരികയും ഒക്കെ ചെയ്തു. അപ്പൊ ഇവര് പറയാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫെമിനിസ്റ്റുകളായ സ്ത്രീകള് വിവാഹമില്ല, ഫെമിനിസ്റ്റുകളായ സ്ത്രീകൾക്ക് ഭയങ്കര സെക്ഷലി അവര് ഭയങ്കര ലിബറൽ ആയിരിക്കും, ഫെമിനിസ്റ്റുകളായ സ്ത്രീകൾ ഏത് സമയത്തും ആണുങ്ങളെ അവര് ഫെമിനിസം, പക്ഷെ രാത്രി സമയങ്ങളിലും ഒക്കെ അവര് കുറെ സമയം ഓൺലൈനിൽ നിൽക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ്. ഇങ്ങനെയുള്ള കുറെ ആർഗ്യുമെന്റ്സ് ആണ് അവിടെയുള്ള കുറെ പുരുഷന്മാരായിട്ടുള്ള മോഡറേറ്റേഴ്സിന് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് ട്രൈ ചെയ്ത് സംസാരിച്ചിട്ട് ഒടുവിൽ ആരോ ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ ഈ മോഡറേറ്റർ പാനലിലെ റെപ്രസെന്റേഷൻ പോലും ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണ്. കുറെ ആണുങ്ങൾ ചേർന്നിട്ട് ഇങ്ങനൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട്, അത് ഈ ടോപ്പിക്ക് ഫെമിനിസം വെറും ഒരു ക്ലബ് സ്റ്റാർട്ട് ചെയ്ത് 600-700 പേരുള്ള ഒരു ഗ്രൂപ്പിൽ ഇരുന്നിട്ടാണ് ഇവരിങ്ങനെ സംസാരിക്കണമെന്ന് ഓർക്കണം. അപ്പോ അങ്ങനെ സംസാരിച്ചിരിക്കെ ആരോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് എന്നെ ആരോ മോഡറേറ്റർ പാനലിൽ നിന്ന്. അപ്പോ ഈ മോഡറേറ്ററായി ഏറ്റവും പരിചയമുള്ള ഒരു കണ്ടർ നാഗരികത ഉണ്ടാവണം എന്നുള്ള ഒരർത്ഥത്തില് കൃത്യമായിട്ടും ആൾക്കാരെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയും ആൾക്കാരെ വരികയും സംസാരിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു. ഒടുവിൽ ഈ പറയുന്ന ആളുകളുടെ സഹിഷ്ണുത നഷ്ടപ്പെടുകയും അവിടുന്ന് നേരിട്ട് ഓഡിയൻസിലേക്ക് എന്നെ റിമൂവ് ചെയ്യുകയും, എന്നെ മാത്രമല്ല ഈ പറഞ്ഞ ഞാൻ ആഡ് ചെയ്ത എല്ലാ ആൾക്കാരെയും റിമൂവ് ചെയ്യുകയും, പിന്നീട് എത്ര ഹാൻഡ് റൈസ് ചെയ്തിട്ടും വോയിസ് നന്നായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഒന്ന് നോക്കൂ, ഒന്നുകൂടെ പറഞ്ഞേ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നണേ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ക്ലിയർ അല്ല. രമ്യ പറഞ്ഞേ. രമ്യ പോയോ? അക്ഷയ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. പറഞ്ഞോളൂ രമ്യ. എനിക്കറിയാം. അയ്യോ, പിന്നെയും പോയി. ഹലോ. ഹലോ, പറഞ്ഞോളൂ രമ്യ. ഓക്കെ. എവിടെ വെച്ചാ ലോസ്റ്റ് ആയതെന്നൊന്ന് പറയാവോ? അതെ, ഇങ്ങനെ ഊഹിച്ച് പൂരിപ്പിക്കുമായിരുന്നു. എവിടെ വെച്ചോ പോയി. 2 മിനിറ്റ് മുമ്പ് ഞാൻ പറയാം. അത് താൻ ആഡ് ചെയ്ത എല്ലാവരെയും പുറത്താക്കി. അതാണ് മോഡറേറ്റർ. ഓക്കെ, എന്നെ അടക്കം ഞാൻ ആഡ് ചെയ്ത എല്ലാ ആൾക്കാരെയും പുറത്താക്കി. അപ്പോ അങ്ങനെ ഇരിക്കെ പിന്നീട് എത്ര ഹാൻഡ് റൈസ് ചെയ്തിട്ടും ഈ ആളുകള് പിന്നെ നമ്മളെ സ്പീക്കർ ലിസ്റ്റിലേക്ക് കടത്തി വിടുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു ഗ്രൂപ്പ് കാണുന്നത്. ഓക്കെ, സെക്സ് ആണുങ്ങളല്ലാത്തവർ മിണ്ടും എന്ന് പറഞ്ഞ്
ഒരു ഗ്രൂപ്പ് കാണുന്നത്. അപ്പൊ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ള അർത്ഥത്തില് പല ആളുകൾ ഇവിടെ കയറിയിരിക്കുകയും 7 കെയോളം ആളുകൾ ഈ ക്ലബിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ഇവിടത്തേക്ക് വന്നപ്പോഴാണ് ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നതൊക്കെ ഫോളോ ചെയ്യണ്ടായി. അപ്പോ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പലതും തമാശ എന്നോണം ആളുകൾ ഷെയർ ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ ചിരിച്ചോണ്ടൊക്കെ ആളുകൾ ഷെയർ ചെയ്തതാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചർച്ച ഇവിടെ ഉണ്ടായി. അപ്പൊ അതെനിക്ക് പറയാനുള്ളത് ഞാൻ തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു ക്ലബ് എന്ന് പറയുന്നതിന്റെ ഒരു ആന്റിതേസിസ് ആയിട്ടുള്ള രീതിയിലുള്ള ചർച്ചയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോ അത് ഭയങ്കരമായിട്ട് ആ സമയത്തുള്ള എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ രീതിയിലായിരുന്നു അവരവിടെ നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അവിടുന്ന് വന്നിട്ട് പിന്നെ ഇത്തരം വളരെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് ആളുകൾ സംസാരിക്കാൻ ഇടം കണ്ടെത്തുന്നു. ഇതില് കുറെ ആളുകൾ ഇത് കേൾക്കാനിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുക ആളുകള് ഇതിലുള്ള സ്പീക്കർ ലിസ്റ്റിലുള്ള ആളുകൾക്കൊക്കെ ഫോളോ ചെയ്യുന്നു. പിന്നെ ഫോളോവേഴ്സ് കൂടുന്നു. അപ്പൊ ഈ ആളുകൾ ഇത് കേൾക്കുന്നത് പലപ്പോഴും അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമൊന്നും അല്ലാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനപ്പുറത്തേക്ക് ഇവരുടെ ഒരു അതായത് ഇവർ കുറച്ച് നാളുകളായിട്ട് ക്ലബ് ഹൗസിൽ അടക്കമുള്ള ഒരു ചർച്ച പോകുന്നത് എവിടെയെങ്കിലുമൊക്കെ സെക്സ്, ഫെമിനിസം ഇങ്ങനെ കുറച്ച് സാധനങ്ങള് ഇട്ടിട്ടാണ് ഇവര് ഈ ഒരു മാർക്കറ്റിംഗ് നടത്തുന്നത്. അതായത് ആളുകളെ കൂട്ടുക എന്ന് പറയുന്ന ഒരു സംഭവം ഇവര് ചെയ്യുന്നത്. അപ്പോ ആ രീതിയിൽ തന്നെയാണ് ഇവർ ഇത്രയും ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കൗണ്ടർ ഡിസ്കോഴ്സിന്റെ ഒരു സ്പേസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഐ ഫീൽ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നാളെ നേരം വെളുക്കുമ്പോൾ എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളൊക്കെ എവിടെ ഉണ്ടാവും എന്നൊന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് ഇനി അവിടെ വെച്ച് കൂടാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഈ ക്ലബിൽ വന്നിട്ട് 2 days ആവുന്നതേ ഉള്ളൂ. അപ്പോൾ പക്ഷെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ ഇൻസ്റ്റയും അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് വരെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഇവിടെ ഞാൻ വന്ന് പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അത് കൊടുത്തത് അബദ്ധമായി. കുറേ മെസ്സേജസ്, ഹായ് ചീച്ചി അത് ഇത്. ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു 10-13 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടാണിത്. അപ്പം ഞാൻ ഭയങ്കര ആക്റ്റീവാണ്, സ്ഥിരമായിട്ട് പോസ്റ്റുകൾ ഇടുന്ന ആളാണ്. പക്ഷെ ഞാനിടുന്ന പോസ്റ്റുകളെല്ലാം ചളിയാണ്. അല്ലാണ്ട് ഞാൻ ഫെമിനിസ്റ്റും അല്ല, ഞാൻ ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഒന്നും അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും ഇതിൽ ഞാൻ ജോയിൻ ചെയ്യാനും കാരണം നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LKG മുതൽ 12th വരെ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ ഹോസ്റ്റലിൽ നിന്ന്, ഗേൾസ് ഓൺലി സ്കൂളിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ആളാണ് ഞാൻ. അതിനുശേഷം ഡിഗ്രി ചെയ്തപ്പോഴും PG ചെയ്തപ്പോഴും ഞാൻ ട്രിവാൻഡ്രം ഓൾ സയൻസിലാണ് പഠിച്ചത്. അവിടെയും ഗേൾസ് ഒള്ളിയാണ്. ട്രിവാൻഡ്രം ഓൾ സയൻസിലെ പെമ്പിള്ളേർ എന്ന് പറഞ്ഞാൽ ഫുൾ തലതെറിച്ച പെമ്പിള്ളേരാണ്. രാത്രിയിൽ ഇതേപോലെ ഇതേ സമയത്ത് ഉറക്കമൊളിച്ച് റൂമിലിരുന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ സംസാരിച്ച് അവനിപ്പോൾ ഫ്രണ്ട്സ് പറയും രസമാണ് സംസാരിക്കാൻ. അപ്പം നിങ്ങളുടെ കൂടെ ഇരുന്നപ്പം സത്യമായിട്ടും വേറൊരു ലോകത്തായിരുന്നു. പക്ഷേ പുറത്തുനിന്ന് കുറേ ആൾക്കാർ കാണുന്നുണ്ടെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. ഇപ്പം തുരുതുരാ മെസ്സേജ് രാവിലെ ആകുമ്പം എന്താകും അവസ്ഥ എന്ന് ശരിക്കും അറിയാൻ പാടില്ല. വേറെ ആർക്കെങ്കിലും ഈ പേടിയുണ്ടോ? ഈ സ്ക്രീൻഷോട്ടൊക്കെ പറഞ്ഞത്, ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് മെസ്സഞ്ചറിൽ അയച്ചിട്ട് ചേച്ചിയാണോ ഇതെന്നൊക്കെ. ഞാനല്ല ഇത്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞേ ഞാനല്ല, പക്ഷെ ഫോട്ടോ എൻ്റെയാണ്. ആണോ, ഞാൻ ചേച്ചിയായിരിക്കും എന്ന് വിചാരിച്ച് ഫോളോ ചെയ്തു. എങ്കിൽ പിന്നെ ഞാൻ തന്നെ അൺഫോളോ ചെയ്യേണ്ടതാണ്. അപ്പം സംഭവം നാളെ ട്രാജഡി ആവും. ഇപ്പൊ കോമഡി ആണെങ്കിലും. അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചോദിച്ചാൽ പോരെ? താൻ പറഞ്ഞ കേൾക്കണമെങ്കിൽ ഈ ചങ്ങായിമാരെ അത് കയറണ്ടേ? എന്തിനപ്പടാ വന്നേ? അതെന്ന് വെച്ചാൽ അവർക്കൊരു എന്റർടൈൻമെന്റ്. നമ്മൾ ശരിക്കും പറഞ്ഞാണ്ടല്ലോ എൻജോയ് ചെയ്തില്ല. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചപ്പം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പൊ അതുപോലെ കേൾക്കണവര് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഏത് സെൻസിലാണ് എടുക്കണേന്നുള്ളത് അറിയാൻ പാടില്ല. അതെല്ലാ സെൻസിലും എടുക്കുന്നുണ്ടായിരിക്കും. അതെ അക്ഷയ, ഒരു കാര്യം പറഞ്ഞേക്കാം. നാട്ടുകാരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് അവനവന്റെ ജീവിതത്തിന് കഥ എഴുതാൻ പോയി കഴിഞ്ഞാല് നാട്ടുകാരെഴുതുന്നതും ഉണ്ടാവില്ല, അവനവൻ എഴുതുന്നതും ഉണ്ടാവില്ല. നിങ്ങളുടേത് നിങ്ങളുടെ ജീവിതമാണ്. നേരത്തെ ഫാത്തിമ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനവന്റെ ജീവിതം അവനവൻ. നിങ്ങളെ എങ്ങനെ ബാക്കിയുള്ളവര് ഓർമ്മിക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും.
അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളൂ, നിങ്ങളുടെ ജീവിതം എഴുതിക്കോളൂ, അതിനനുസരിച്ചിട്ട് മുമ്പിലോട്ട് പോയിക്കോളൂ. ഞങ്ങൾക്ക് ആർക്കും ആരെയും പേടിയില്ല. കാരണം എന്താ വെച്ചാല് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മറ്റുള്ളവരാരും ഞങ്ങൾക്ക് ചോറും കറിയും തിന്നാൻ തരുന്നില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നു, ഞങ്ങൾ സ്വന്തമായിട്ട് കുടുംബം നോക്കുന്നു, സ്വന്തമായിട്ട് സ്വന്തം കാര്യം നോക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. എന്തുണ്ടെങ്കിലും വിളിച്ചു പറയാനും മറ്റുള്ളവരെ സഹായിക്കാനും ഞങ്ങൾ തീർച്ചയായിട്ടും മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു തലമുറ ഇനിയും വളർന്നു വരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സമയത്തും ഇങ്ങനെയുള്ള സ്ഥലത്തും ഇങ്ങനെ അധികം ആരും സംസാരിക്കാത്ത വിഷയങ്ങളിലും സംസാരിക്കാനും മുമ്പിലോട്ട് വരുന്നത്. കാരണം ഇനിയും നമ്മളെ പോലെയുള്ള പെൺകുട്ടികള് ഇങ്ങനെ മണ്ടന്മാരായിട്ട് ജീവിക്കരുത്. നമ്മളുടെ മക്കളെ പോലെ അല്ലെങ്കിൽ നമ്മളുടെ ആങ്ങളമാരെ പോലെയുള്ള ആൺകുട്ടികള് മണ്ടന്മാരെ പോലെ ജീവിച്ചിട്ട് മണ്ടത്തരം മാത്രം കാണിച്ചിട്ട് അവരവരുടെ ജീവിതം തൊലയ്ക്കരുത് എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ പാതിരാത്രിക്കും ഉറക്കമൊഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നത്. ഞങ്ങൾക്കാർക്കും പേടിയില്ല കേട്ടോ. ഓൾസോ സെക്സിനെ പറ്റി സംസാരിച്ചത് കൊണ്ട് സ്ത്രീകളുടെ മേലെ UAPA ചുമത്താനുള്ള ഒരു സിസ്റ്റം ഇവിടെ ഇതുവരെ വന്നിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ രീതിയിൽ പേടിക്കണ്ടെന്നാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരുപാട് പേര് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല. കുറെ പേര് ഇങ്ങനെ കാണുന്നുണ്ട്. എല്ലാരും ആണുങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനെ നമ്മൾ പേടിക്കണ്ട. അതിൽ നമ്മളോട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് പിന്നെ സെക്സ് തരുമോ എന്നത് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ആയിരിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോ പിന്നെ എന്താന്ന് പറയാ, സെക്സിന്റെ കാര്യത്തിൽ എപ്പോഴും ഞാൻ എടുക്കുന്ന ഒരു പോളിസി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ സെക്സ് എന്റെ ചോയ്സ് ആണ്. എന്റെ ചോയ്സ് നിങ്ങളുടെ കൂടി ചോയ്സ് ആണെങ്കിൽ, നമ്മളുടെ രണ്ടുപേരുടെയും ചോയ്സ് ആണെങ്കിൽ നമുക്ക് സെക്സ് ചെയ്യാം എന്നുള്ളതാണ് എന്റെ ഒരു സെക്സിനെ പറ്റിയിട്ടുള്ള ഒരു ഇത്. അതുകൊണ്ട് ഞാൻ ഇവരുടെ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. എനിക്ക് അത്രയും പേടിയില്ല. സെക്സ് എന്ന ടേമിനെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഒരു സെക്സ് എന്ന പേര് ഉള്ള ഒരു ചാറ്റ് റൂമിൽ ഇരുന്നത് കൊണ്ടോ പിന്നെ അല്ലെങ്കിൽ പിന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കൊണ്ടോ നമ്മുടെ ടാഗ് അല്ലെങ്കിൽ നമ്മുടെ പേര് പ്രശ്നമാവും എന്നൊക്കെ പേടിക്കേണ്ട ആവശ്യം ഈ കാലഘട്ടത്തിൽ ഇല്ല. ഈ കാലഘട്ടത്തിൽ നല്ല സ്ത്രീകൾ ഒരിക്കലും അത് പേടിക്കാൻ പാടില്ല. നമ്മുടെ റെവല്യൂഷണറി സ്റ്റെപ്പിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതൊക്കെ തന്നെയാണ്. കാരണം എല്ലായിടത്തിലും സ്ത്രീകളെ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ഈ സെക്സ്, ഇപ്പൊ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നിടത്തും, ഞാൻ ഇന്ന് കുറെ ഗ്രൂപ്പിൽ കയറി, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലും പിന്നെ അതുപോലെ തന്നെ സ്ത്രീയും ഇസ്ലാമും എന്ന് പറയുന്ന സ്ഥലത്തും എല്ലായിടത്തും സ്ത്രീയുടെ സെക്സും സ്ത്രീയുടെ വസ്ത്രധാരണവും മാത്രമാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. സ്ത്രീകളാണ് മെയിൻ ആയിട്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ ഇത്തരം സ്ഥലത്ത് ധൈര്യപൂർവ്വം നിൽക്കുക എന്നത് കൂടി ഒരു വിപ്ലവമാണ്. അതിനെ ഒരു വിപ്ലവമായിട്ടാണ് എടുക്കേണ്ടത് എന്നതാണ് എന്റെ ഒരു ഭാഷ്യം. പിന്നല്ല, ഇവിടെ ആർക്കൊക്കെ പേടിയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തിനാണ് പേടിക്കുന്നത് എന്നും അറിയില്ല. കാരണം ഈ ഒരു വിഷയത്തെ ഇപ്പം നമ്മളൊരിക്കലും ഇവിടെ പറഞ്ഞത് ആരും ഒരു പുരുഷ വിദ്വേഷമുള്ള ഒരു കാര്യം ഇവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളെ കുറിച്ചിട്ട് നമ്മളെ കുറിച്ച് അതാണ് ഇതാണ് എന്നൊക്കെ അപ്പുറത്തൊരു ചാറ്റിൽ നമ്മളെ കുറിച്ച് സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഒരൊറ്റ ആൾ പോലും ഒരു പുരുഷനെ കുറിച്ച് മോശമായി സംസാരിച്ചില്ല. അത് നമ്മുടെ സംസ്കാരമാണ് സത്യത്തിൽ. ഇവിടെ നമ്മളെ സംസ്കാരം അല്ലെങ്കിൽ നമ്മള് സ്ത്രീ എന്താന്നുള്ള ഞങ്ങളൊരു പുരുഷനെ ചീത്ത പറയാനോ തെറി പറയാനോ ഈ ഒരു അവസരം ഉപയോഗിച്ചിട്ടില്ല. അവരെ മോശമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അവരുടെ കാര്യങ്ങൾ നമ്മൾ ഇതിനെ കുറിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. നമുക്ക് ആരോടും വിരോധമല്ല, നമ്മളാരും പുരുഷ വിദ്വേഷികളല്ല. അത് മാത്രമല്ല എന്താ പറയാ, ഇവിടെ പുരുഷന്മാരോടും എല്ലാരോടും നമുക്കൊരു അറ്റാച്ച്മെന്റും സ്നേഹമൊക്കെ ഉള്ള അതുപോലുള്ള ഒരുപാട് സ്ത്രീകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകളെ നോക്കി നിങ്ങളൊക്കെ മോശക്കാരാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിവരക്കേടായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പുരുഷന്മാരോട് എനിക്ക് അത് സത്യം, നിങ്ങളുടെ വിവരക്കേടാണ്, അതിന് ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷെ അത് ഓർത്തിട്ട് നിങ്ങളിപ്പോ ഞങ്ങളെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഇത് ഇവരിങ്ങനെയാണ്, ഈ ഒരു ചാറ്റ് റൂമിൽ ഇവരെ ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ട് ഇവര് മോശമാണ്, ഇവരെ എന്തിനും മുട്ടിയാലും തട്ടിയാലും കിട്ടും, അല്ലെങ്കിൽ ഇവരിങ്ങനെ പോകുന്നതാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. കാരണം ഇത്രയും തുറന്നു പറച്ചിലുകൾ നടത്തുന്ന സ്ത്രീകൾ ഭയങ്കര ധൈര്യമുള്ള ആളുകളാണെന്നുള്ളത് കൂടി ചിന്തിക്കുക. അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ നിങ്ങളിങ്ങനെ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നിയാസത്തിലുള്ള ഒരു മെസ്സേജ് അയക്കാനോ തെറി പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് എല്ലാവരും മറുപടി പറയും. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മറുപടി പ്രതീക്ഷിക്കണം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ നിങ്ങളെ കുറിച്ചൊന്നും മോശമായിട്ട് കരുതുന്നില്ല, നിങ്ങളൊന്നും മോശക്കാരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ ഒന്നും പറയുന്നില്ല, നിങ്ങളെ ഒന്നും ഞങ്ങൾ തെറിയേ പറയുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾ, ഞങ്ങളുടേതായ വിഷമങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു തലമുറ മുമ്പേ അനുഭവിച്ച കാര്യങ്ങൾ, പുതിയ തലമുറയിലുള്ള വ്യത്യാസം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ചർച്ച
ചർച്ച ചെയ്തത്. അത് വളരെ ഒരു ആരോഗ്യപരമായിട്ട് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. നമ്മൾ ഒരിക്കലും അവരാരെയും മോശക്കാരാക്കിയിട്ടില്ല, മോശം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മോശം നാളെയും പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത്രേ എനിക്ക് ഇവിടെയുള്ള ആളുകളോട് പറയാനുള്ളൂ. പിന്നെ ഇത് ഒരുപാട് സമയമായിട്ടുണ്ട്, ഒരുപക്ഷെ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇവിടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല നിങ്ങളൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളത്. കാരണം ഞാൻ ഫസ്റ്റ് ഡേ ആണ് ഇതിന് ഫസ്റ്റ് ചാറ്റ് ഇതിലോട്ടാണ് കയറി വരുന്നത് തന്നെ. എൻ്റെ പേര് നൂഷിബ കെ എന്നാണ്. ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. വേറെ എവിടെയും എനിക്ക് അറിയില്ല. ഞാൻ വേറെ എവിടെയും ഇതിൽ തന്നെ എനിക്ക് നിങ്ങളൊക്കെ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. നിങ്ങളൊക്കെ എന്നെ പറ്റുമെങ്കിൽ ഇതിൽ ആരൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല. നിങ്ങളൊക്കെ ഞാനും ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. നിങ്ങൾക്ക് പിന്നെയും നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night. Nice to talk to you. Yeah, മുട്ടിയാലും nice. തട്ടിയാലും കിട്ടും കേട്ടോ. പക്ഷെ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് ബാക്കിയുള്ളവര് നന്നായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കിട്ടുമ്പോൾ നല്ലോണം കിട്ടും. അത് വാക്കുകൾ കൊണ്ടും കൈ കൊണ്ടും ചിലപ്പോൾ ആൾക്കാരൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ കേൾക്കുന്ന ഒരുപാട് മനുഷ്യന്മാരോട് സെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എന്തോ ഒരു വൃത്തികെട്ട എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കൺസെപ്ഷൻ, അങ്ങനെ ഒരു ഐഡിയലി ഇവിടത്തേക്ക് ദയവായിട്ട് വരരുത്. സെക്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ജെൻഡറിന് പകരമായിട്ട് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് സംസാരിക്കുന്നുള്ളതും അതിനോടൊപ്പം എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആരോടും എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷമോ ദേഷ്യമോ ഉള്ളതുകൊണ്ടല്ല. വളരെ കൃത്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ, കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടണമെന്നും എല്ലാവർക്കും കൊടുക്കണമെന്നും ആഗ്രഹമുള്ള കുറെ ആൾക്കാർ കൂടി ഇതിനകത്തുണ്ട്, എന്നെയൊക്കെ പോലെയുള്ള. അങ്ങനെയുള്ളത് കൊണ്ട് താല്പര്യപ്പെടുന്ന മനുഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞു വരും. അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഇൻബോക്സിലേക്ക് പോയിട്ട് ആവശ്യമില്ലാത്ത മെസ്സേജുകൾ അയക്കുന്ന, നേരത്തെ പറഞ്ഞ പോലത്തെ ഡിക്പിക്സ് അയക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരും എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ബോധമുണ്ട്. കാരണം അങ്ങനെയുള്ള എഡ്യൂക്കേഷൻസ് കിട്ടുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ 18 വയസ്സിന് ശേഷം ആണ് ഏറ്റവും കൂടുതൽ സെക്ഷുവൽ കുറവാണ്, സെക്ഷുവൽ ക്രൈംസ് കുറവാണ്. അപ്പൊ നമ്മൾക്കത് അറിയാത്തത് കൊണ്ടും ഇത് എന്തോ ഒരു വലിയൊരു സംഗതി ആയതുകൊണ്ടും ആണ് നമ്മൾ ആ രീതിയിൽ സെക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓടിച്ചാടി വരുന്നത്. പിന്നെ അതേപോലെ സെക്സ് എന്നുള്ള വാക്കുകളോടുള്ള നമ്മളുടെ കമ്പം ഒരുപാട് മാർക്കറ്റുകളിൽ ഇരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട്. ലൈക്ക് മാർക്കറ്റിൽ തന്നെ ഇപ്പൊ വന്നിട്ട് വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ഓരോരോ കമ്പനിയുടെയും പേരുകൾ നിങ്ങൾ എടുത്തു നോക്കുമ്പം അതിലൊക്കെ ഒരേ ഇപ്പം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബോഡി സ്പ്രേ ഉണ്ടെങ്കിലും ഒരു ബോഡി സ്പ്രേയുടെ പേര് പറയുമ്പം പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ വരിക ആക്സ് എന്നായിരിക്കും, അതല്ലെങ്കിൽ ഫോക്സ് എന്നായിരിക്കും. ഏതെങ്കിലും ഒരു മണി എക്സ്ചേഞ്ചിന്റെ പേര് ഒക്കെ പറയാൻ പറയുമ്പോൾ ഫെഡെക്സ് എന്നൊക്കെ ആയിരിക്കും, ലൈക്ക് കൊറിയർ സർവീസിന്റെ ഒക്കെ വരുമ്പോൾ എക്സ് ഉള്ള സാധനമാണ് നമ്മളുടെ തലയിലേക്ക് പെട്ടെന്ന് വരിക. കാരണം നമ്മൾ കണ്ടീഷൻഡ് ആണ്. ഇതെന്തോ ഒരു ഭയങ്കര ഒരു വിചിത്രമായിട്ടുള്ള ഭയങ്കര ഒരു ടേസ്റ്റ് ഉള്ള എന്തോ ഒരു സാധനമാണെന്നുള്ള ഒരു വിചാരം നമ്മൾക്ക് ഓൾറെഡി ഉണ്ടായിട്ടുള്ളത് കൊണ്ട്. അപ്പം പഴയ കുറേ നമ്മളുടെ തെറ്റിദ്ധാരണകളെ മാറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എവിടെ നിന്ന് പഠിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരലായിട്ട് കൃത്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. യൂട്യൂബിലല്ല, ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ എടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള സ്ഥലത്തൊക്കെ ഉണ്ട്. ദയവായിട്ട് അങ്ങനെയുള്ള പേജുകൾ, സെക്സ് എഡ്യൂക്കേഷൻ കേരള, സെക്സ് എഡ്യൂക്കേഷൻ ഇന്ത്യ, സ്കൂൾ സ്കിപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ അങ്ങനത്തെ പേജസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് കൃത്യമായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ലൈവ് പ്രോഗ്രാംസ്, ക്ലാസ്സസ് അങ്ങനത്തെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിലുള്ള പോസ്റ്റുകൾ അറിയാൻ ശ്രമിക്കുക. എല്ലാ തരത്തിലുള്ള സെക്സിനെ കുറിച്ചിട്ടുള്ള ടെൻഷൻ പിടിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണ്. അവിടുത്തെ പോസ്റ്റുകളും ലൈവ്സും കാണുമ്പോൾ നിങ്ങൾക്ക് ാത്ത കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആൾക്കാരിൽ നിന്നും പഠിക്കുക. ഫോണ് ഒരിക്കലും ഒരു പാഠ്യവിഷയമല്ല. അതൊക്കെ മുഴുവൻ അവിടെയും ഇവിടെയും സർജറീസും അതും ഇതൊക്കെ ചെയ്തിട്ട് വരുന്ന ആൾക്കാർ പെർഫോം ചെയ്യുന്ന പെയ്ഡ് ആയിട്ടുള്ള ആക്ടുകൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും പറ്റുമെങ്കിൽ തയ്യാറാവുക.
നമുക്ക് ഇനിയും ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവണം. എല്ലാവരും ഇതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരായിട്ട് ജീവിക്കുകയും ആ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ കുടുംബജീവിതമാണെങ്കിലും നിങ്ങളുടെ സെക്സ് ലൈഫ് ആണെങ്കിലും നിങ്ങളുടെ ലവ് ലൈഫ് ആണെങ്കിലും നിങ്ങൾ കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, നിയമമാണോ? എവിടെയോ നിങ്ങൾ ഇത് എവിടെയോ നിങ്ങളുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യണ്ടേ? എവിടെയാണത്? അത് ഒന്ന് പറയാമോ? എന്തോന്ന്? ഈ അഡ്വക്കേറ്റ് ആകുമ്പോഴത്തേനും എവിടെയോ നിങ്ങളുടെ പേരെന്തോ രജിസ്റ്റർ ചെയ്യണ്ടേ? അതൊന്ന് പറയാവോ എവിടെയാണെന്ന്? പറയാം. അതല്ല, വേറൊരു കോമഡി ഉണ്ടായിരുന്നു. ആ ചോദ്യം തന്നെ ഒരു മിനിറ്റ് ഉണ്ടായിരുന്നു. ഒരു നിമിഷം സുഹൃത്തെ, ഓക്കെ, ഒരു നിമിഷം. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അതിലെ ടവറിന്റെ പേരിലൊക്കെ കളിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് അവളോട് ഭയങ്കരമായിട്ടും സന്തോഷം. താങ്ക് യു. വയലിൽ പോയി കളിച്ചിട്ടുണ്ട്. വയലിൽ പോയി കളിച്ചപ്പം എന്താ പറയാ, ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരുന്നു. ഈ പുല്ലില് കിടക്കുമ്പോഴേ ചൊറിച്ചില് വരും. ഇത് നമ്മള് സിനിമയിൽ കാണുന്ന പോലെ ഈ കണ്ടെത്തുന്ന പിടികൂടുന്ന സാധനം സിനിമയിൽ കാണുന്ന അത്ര ഈസി അല്ല പരിപാടി. സത്യം പോലെ. പക്ഷെ അതൊക്കെ ചുമ്മാ നമുക്ക് പക്ഷെ ഒരു ചെയറിലൊക്കെ ഇരുന്ന് പക്ക് ചെയ്യുമ്പോഴും കിട്ടുന്ന ഒരു മൂല കിട്ടിയ അവിടെ ഇരുന്ന് പക്ക് ചെയ്യുന്നു, നടു റോഡിൽ പക്ക് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പാർട്ട്ണറെ കൊണ്ട് ജില്ല തോറും പക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വണ്ടി കാറ് സൈഡിൽ ഒതുക്കി നിർത്തി പക്ക് ചെയ്യുമല്ലോ, ആ ഒരു ഐറ്റം ചെയ്ത് അത് വരെ ഞാൻ ചെയ്തു. അത് മിഡ് നൈറ്റ് ആണ് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സാഹസങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ എല്ലാം ചെയ്യും. ഇതൊരു ബുക്കായിട്ട് ഇറക്കണം അശ്വതി. അതാ ഞാൻ ടൈമിൽ ഞാൻ കളിക്കാൻ തുടങ്ങിയതാണ്. നല്ല ആസ്വദിച്ച് കളിക്കാൻ. ഞാൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നും അല്ലായിരുന്നു. ജസ്റ്റ് എന്റെ ഫ്രണ്ട് വഴി എനിക്ക് പരിചയമുള്ളൊരു ആളിനെയാണ്. ഹലോ, പറഞ്ഞോളൂ അശ്വതി, പറഞ്ഞോളൂ. ആ ഫ്രണ്ട് വഴി പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തിനെ കണ്ടു ഒരു 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അയാളിനോട് പിന്നെ പ്രേമം തുടങ്ങി. കളിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അയാളിനോട് വല്ലാത്തൊരു പ്രേമമാണെന്ന്. പക്ഷെ കളിച്ചു തുടങ്ങിയപ്പോ എന്റെ പൊന്ന മക്കളെ അതൊരു സുഖമായിരുന്നു. എത്ര പൊസിഷൻ കാമസൂത്രയിൽ 264 എന്ന് പറയുന്ന പൊസിഷൻസ് ഉണ്ടെങ്കിൽ അതിൽ 4 ഇരട്ടി കളിക്കാൻ തോന്നിയിട്ടുണ്ട്. അത്രയും പൊസിഷൻസ് ഒന്നും നമുക്ക് കളിക്കാൻ പറ്റില്ല, പക്ഷെ അതിൽ 4 ഇരട്ടി നമുക്ക് കളിക്കാൻ പറ്റും. അത് എന്താ പറയാ, കാറിനകത്ത് ഫക്ക് ചെയ്യാൻ പറ്റും, ബാത്റൂമിൽ ഫക്ക് ചെയ്യാൻ പറ്റും, എപ്പോഴാണെന്നൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന സ്മോൾ പ്ലേസിലാണെങ്കിൽ ഞാൻ ഫക്ക് ചെയ്യാൻ കിട്ടിയ ഞാൻ ഫക്ക് ചെയ്യും. അതിന് പറ്റിയൊരു പാർട്ട്ണറാണ്. എന്നാ ഞാൻ ആള് എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. ആള് അത്രയ്ക്ക് നല്ല കളിക്കാരനാണെന്നും കൂടെ പറയാം. ഒരു കളിക്കാരന്റെ പേര് ഞാൻ ആളുടെ പ്രത്യേകിച്ച് ആളെന്നെ പറയും നീ നല്ല കളിക്കാരിയാണ്. ഞാൻ പറഞ്ഞു ചുമ്മാ പറഞ്ഞേ, കാരണം ഇതിന് മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നല്ല കളിക്കാരി അല്ല എന്നാണ് പറഞ്ഞത്. ഇത് ഈ എക്സ്പീരിയൻസ് വേറെ സിനിമയിലുണ്ടല്ലോ കളിക്കാരൻ. ഇത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പക്ഷെ നമുക്ക് പക്ഷെ ഒരു ചെയറിലൊക്കെ ഇരുന്ന് പക്ക് ചെയ്യുമ്പോഴും കിട്ടുന്ന ഒരു മൂല കിട്ടിയ അവിടെ ഇരുന്ന് പക്ക് ചെയ്യുന്നു, നടു റോഡിൽ പക്ക് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പാർട്ട്ണറെ കൊണ്ട് ജില്ല തോറും പക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വണ്ടി കാറ് സൈഡിൽ ഒതുക്കി നിർത്തി പക്ക് ചെയ്യുമല്ലോ, ആ ഒരു ഐറ്റം ചെയ്ത് അത് വരെ ഞാൻ ചെയ്തു. അത് മിഡ് നൈറ്റ് ആണ് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സാഹസങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ എല്ലാം ചെയ്യും. ഇതൊരു ബുക്കായിട്ട് ഇറക്കണം അശ്വതി. അതാ ഞാൻ പറഞ്ഞത്, എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസും സെക്കൻഡ് എക്സ്പീരിയൻസും വ്യത്യാസമാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ കരച്ചിലും വീഴ്ചിലും എനിക്ക് ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ ആളിനോട് പറഞ്ഞു, ഞാൻ ഒരു 20 വയസ്സിലാ തുണ്ടൊക്കെ ആദ്യം കാണാൻ തുടങ്ങി. എന്റെ കൂട്ടുകാരിയുടെ കൂടെ ഇരുന്ന് തുണ്ടൊക്കെ കാണാൻ തുടങ്ങിയപ്പോ ഇവര് ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് ഞാൻ അങ്ങോട്ട് അയാളുടെ റിക്വസ്റ്റ് ചെയ്തപ്പോ അയാൾ പറയണേ നിനക്ക് ഇതൊക്കെ എവിടെ നിന്ന് അറിയാം, ഞാൻ തുണ്ട് കണ്ടിട്ടാണെന്ന്. അപ്പൊ അയാൾ എന്റെ അടുത്ത് മോശം എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷെ സെക്കൻഡ് എനിക്ക് കിട്ടിയ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ 1.5 പാർട്ട്ണറാണ്. എന്റെ പൊന്നുമോനെ അവൻ കളഞ്ഞാലും ഞാൻ അവനെ കളയൂല, തീരുമാനിച്ചു വച്ചിരിക്കുന്നതാണ്. ഈ ഗ്രൂപ്പിൽ വല്ലതും കേൾക്കണമെങ്കിൽ എന്റെ പൊന്നു സുഹൃത്ത് എന്നെ കളയരുത്. പുരുഷന്മാരെ അല്ല
ഇവിടെ കുറെ പേര് കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരോട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും, അതൊക്കെ ഞങ്ങളുടെ സൗകര്യം ഇതൊക്കെയാണ് ഞങ്ങൾ. പക്ഷെ അത് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഇനിയും നിങ്ങളുടെ എന്താ പറയാ പെനീസ് കൊണ്ടിട്ട് ഞങ്ങളുടെ ഇൻബോക്സ് നിറയ്ക്കരുത്. കാരണം DMൽ പെനീസ് കൊണ്ടിടരുത്. കൊണ്ടിടരുത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ കണ്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പല വെറൈറ്റി കണ്ട് മഴ പല വെറൈറ്റി പല സൈസ് കണ്ട് പക്ഷെ അതൊരു ചിലരുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോ ഇത് വലുതായിട്ട് നിങ്ങൾ ഇത് കൊണ്ടിട്ടത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാൻ പോകുന്നില്ല. കാരണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ ഒരു സെൻസേഷൻ പാർട്സ് തന്നെ കുറച്ച് ഭാഗമുള്ളൂ. ഒരു വിരൽ കൊണ്ട് പോലും ഒരു സ്ത്രീനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമ്പോൾ നിങ്ങൾ ഇത്ര ഒലക്ക പോലുള്ള സാധനമൊന്നും ഇവിടെ കൊണ്ട്